الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, സംഘടനാ നേതാക്കന്മാരെ, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവായ നാഥന്റെ രക്ഷയും സമാധാനവും നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 2025 ജനുവരി 25 നടക്കാനിരിക്കുന്ന ചെറുകാവ് മണ്ഡലം മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഇന്നിവിടെ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഈ ഒരു സംഗമം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വലിയ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വളരെ പരിമിതമായ കാലത്തേക്ക് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കപ്പെട്ടവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിശ്ചയിച്ച ഏകദേശ കാലയളവ് പഠിപ്പിക്കുകയുണ്ടായി. 60-നും 70-നും ഇടക്കുള്ള ഒരു കാലം. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് 60-നും 70-നും ഒക്കെ മുകളിൽ പോകുന്നത്. അതിനു മുമ്പേ തീർന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നു.
ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതും കാണാത്തതുമായ, നമുക്കറിയുന്നതും അറിയാത്തതുമായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ്. സൂറത്തുൽ ബഖറയിലെ 29ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ. ഈ ഭൗമോപരിതലത്തിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് നാം പടച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, സൗകര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിന് സാധ്യമല്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നത്. വഇൻ തഉദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അതിന് സാധ്യമല്ല എന്ന് ഖുർആനിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുന്നു. അത്രമേൽ അനുഗ്രഹമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മനുഷ്യരായ നമ്മുടെ ശരീരത്തിൽ തന്നെയും എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. മനുഷ്യരെ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ തന്നെയും ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഞാൻ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. അഫലാ തുബ്സിറൂൻ. എന്താണ് നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കാത്തത്? എന്താണ് അവയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് എന്നെയും നിങ്ങളെയും പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം എന്താണ്? യാതൊരു ലക്ഷ്യവുമില്ലാതെ തോന്നിയതുപോലെ ഈ ലോകത്ത് ജീവിക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജന്മം നൽകിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ലക്ഷ്യമായി കൊണ്ട് സൂറത്തുൽ മുൽക്കിന്റെ 2ാം വചനത്തിലൂടെ അല്ലാഹു വിശദീകരിക്കുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നശ്വരമായ ഐഹികമായ ഈ ജീവിതത്തിൽ അനശ്വരമായ പാരത്രികമായ ലോക വിജയത്തിന് വേണ്ടി ആരാണോ കഠിനാധ്വാനം ചെയ്യുന്നതെന്ന് പരിശോധിക്കാനാണ്, വിലയിരുത്താനാണ്. ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ നിമിഷങ്ങൾ കഴിയും തോറും, ഓരോ ദിനരാത്രങ്ങൾ പിന്നിടും തോറും, ഓരോ വർഷങ്ങൾ കഴിയും തോറും ദുനിയാവിൽ നിന്നും ഞാനും നിങ്ങളും അകലുകയാണ്. എവിടേക്കാണ് ഞാനും നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുന്നത്? ഒരു കവി സൂചിപ്പിക്കുകയാണ്, യബീതു വയദ്ഹാ കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ ഖബ്രി. ഓരോ ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറയുമ്പോ ബഈദൻ അനിദ് ദുനിയാ, ദുനിയാവിൽ നിന്നും നാം അകലുകയാണ്. ഇവിടേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുന്നത്. ഖരീബൻ ഇലൽ ഖബ്രി, നമ്മുടെ ഖബറിലേക്കാണ്, നമ്മുടെ മരണത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ മരണത്തെക്കുറിച്ച് ധാരാളക്കണക്കിന് പരാമർശങ്ങൾ നടത്തിയതായി കാണാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിന്റെ പിടുത്തത്തിൽ നിന്നാണോ നിങ്ങൾ കുതിറിയോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത്. മനുഷ്യരെ, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഭദ്രമായി കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നതെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഭാഗത്ത് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, വൽതഫത്തിസ് സാഖു ബിസ്സാഖ്.
കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിക്കുന്ന ഒരു നിമിഷം മനുഷ്യരെ നിങ്ങൾക്ക് നേരിടാനുണ്ടെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മരണവേദന താങ്ങാൻ കഴിയാതെയാകുമ്പോ, മരണവേദന സഹിക്കാൻ കഴിയാതെയാകുമ്പോ അവസാന നിമിഷം മനുഷ്യർ തങ്ങളുടെ കാലുകൾ തമ്മിൽ കൂട്ടിയടിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇത് വിശദീകരിക്കുമ്പോ ഹബീബായ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യശ്വാസം വലിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നലിൽ മൗതി സക്കറാത്ത് വ ഇന്നലിൽ മൗതി ഗമറാത്ത്. തീർച്ചയായും മരണത്തിന്റെ വല്ലാത്ത വേദനയും വല്ലാത്ത വെപ്രാളവും ഉണ്ട് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ശരീരത്തിൽ നിന്ന് വിശുദ്ധമായ ആത്മാവിനെ മാലാഖമാർ സ്വീകരിക്കുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. തീർച്ചയായും പ്രവാചകരെ, താങ്കൾ മരിക്കേണ്ടവനാണ്, എല്ലാവരും മരിച്ചു പോകേണ്ടവനാണ് എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ മരണത്തെക്കുറിച്ച് ഇത്രമേൽ ആവർത്തിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്? മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതം തീരുന്നില്ല. മരണത്തിനപ്പുറമുള്ള ജീവിതമാണ് യഥാർത്ഥമായ ജീവിതമെന്നും ആ ജീവിതത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറ ആല ഇംറാൻ 185-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഓരോ മനുഷ്യനും മരണത്തിന്റെ രുചി അനുഭവിക്കുക തന്നെ ചെയ്യും, ആസ്വദിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. മനുഷ്യരെ, നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ പാരത്രികമായ ലോകത്ത് വെച്ചായിരിക്കും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അന്ന് ആരാണോ ഭീകരമായ നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് സത്യവിശ്വാസികൾക്ക് വേണ്ടി സൃഷ്ടാവായ നാഥൻ ഒരുക്കി വെച്ച സ്വർഗ പൂങ്കാവനത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഫഖദ് ഫാസ്, അവരാകുന്നു വിജയിക്കുന്ന വിശ്വാസികളായ ആളുകൾ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യരെ വഞ്ചിക്കുന്ന വിഭവം മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെയും നിങ്ങളുടെയും ഹൃദയഭാഗത്ത് നാം കൈവച്ചു കഴിഞ്ഞാൽ ഹൃദയം മിടിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുകയാണ്. ഒരു മിനിറ്റിൽ 72 തവണയാണ് ഹൃദയം മിടിക്കുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് തവണ എന്റെയും നിങ്ങളുടെയും ഹൃദയം മിടിച്ചു കഴിഞ്ഞു. എന്നാൽ ഓരോ മിടിപ്പും നമ്മളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മഹാനായ കവി അഹ്മദ് ഷൗക്കി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നൽ ഹയാത ദഖായികും വസവാനി. മനുഷ്യ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം എത്ര തവണ മിടിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ പിന്തിപ്പിക്കുകയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ലോക ജീവിതത്തെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ സന്ദർഭത്തിൽ അവർ വിലപിക്കുകയാണ്. എന്താണ് വിലപിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. കുറ്റവാളികളായ ആളുകൾ
ഇഹലോക ജീവിതത്തെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത ഹതഭാഗ്യവാന്മാരായ ആളുകൾ അവരതാ വിലപിച്ചുകൊണ്ട് റബ്ബിനോട് പറയുന്നു, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബേ എനിക്ക് അല്പസമയം ഒന്ന് നീട്ടിത്തരുമോ? എന്തിനാ റബ്ബിനോട് സമയം ചോദിക്കുന്നത്? ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം, അല്ലാഹുവേ ഞാൻ സത്യസന്ധനായിക്കൊള്ളാം. ചെയ്യാൻ വിട്ടേച്ചു പോയ ഒരുപാട് അമലുകളുണ്ട്, ചെയ്യാൻ മാറ്റിവെച്ച ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അതെല്ലാം നിർവഹിച്ചുകൊണ്ട് വിജയിക്കുന്ന വിശ്വാസിയായി തീരാൻ റബ്ബേ എനിക്ക് അല്പസമയം ഒന്ന് നീട്ടിത്തരുമോ? എന്റെ മരണത്തിന്റെ സമയത്തെ ഒന്ന് പിന്നിലേക്ക് ആക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിലപിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച അജലെത്തിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവന്റെ സമയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിക്കൊടുക്കുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ വിലാപങ്ങൾ നിഷ്ഫലമായി പോകുന്ന വിലാപങ്ങളാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മരണം തൊണ്ടക്കുല്ലെത്തിയതിനു ശേഷം നന്നാവണം, നമ്മുടെ വിശ്വാസം നേരാക്കണം, നമ്മുടെ കർമ്മങ്ങളൊക്കെ ഉഷാറാക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലപിച്ചത് കൊണ്ടോ യാതൊരു കാര്യവും ഉണ്ടാകുകയില്ല. ആ സമയം തൊട്ടുള്ള മനുഷ്യരുടെ വിലാപം നിഷ്ഫലമായി പോകുന്ന വിലാപങ്ങളാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നന്നാക്കേണ്ടത്, നമ്മുടെ ആചാരങ്ങൾ നന്നാക്കേണ്ടത്, നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കേണ്ടത് മരണത്തിന് മുമ്പുള്ള ഈ കുറഞ്ഞ ജീവിതത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഖുർആൻ പഠിപ്പിക്കുന്നു. 51-ാം അധ്യായത്തിന്റെ 56-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ മുഖ്യ ലക്ഷ്യം. ആരാണോ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, ആരാണോ നമ്മെ പഠിച്ചത്, ആരാണോ നമുക്ക് കണ്ണും കാതും ഹൃദയവും സമ്മാനിച്ചത്, ആരാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായു നൽകിയത്, ആരാണോ നമുക്ക് കുടിക്കാനുള്ള പാനീയവും കഴിക്കാനുള്ള ഭക്ഷണവും തന്നുകൊണ്ടിരിക്കുന്നത്, ആ എണ്ണമറ്റ നിഅമത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ മാത്രമാണ് ഓരോ മനുഷ്യനും ആരാധിക്കേണ്ടത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജന്മം തന്നത്, അതിനാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. എന്താണ് പ്രിയപ്പെട്ടവരെ ഇബാദത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് നല്ലവരായി ശുക്ർ കാണിക്കുന്ന, പ്രപഞ്ചനാഥനോട് നന്ദി പ്രകടിപ്പിക്കുന്ന നല്ലവരായ അടിമകളായി മാറാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യഥാർത്ഥത്തിൽ ജന്മം നൽകിയത്. പ്രാർത്ഥനയാണ് ആരാധന എന്ന് കൃത്യമായി പ്രമാണങ്ങൾ വിശദീകരിക്കുന്നു. 40-ാം അധ്യായം സൂറ ഗാഫിറിന്റെ 60-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാപിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ, എന്നോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആരാണോ അഹങ്കാരം നടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് കളയുന്നതെങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യന്മാരായി തീർച്ചയായും നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അല്ലാഹുവാണ് നമുക്കെല്ലാം തന്നത് എന്ന് നാം അംഗീകരിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അധികമായി ആവശ്യമുണ്ടോ, നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം.
രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 186-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എന്നെ പറ്റി എന്റെ ദാസന്മാർ നബിയെ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ എന്നെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഫഇന്നീ ഖരീബ്, തീർച്ചയായും ഞാൻ ഇവിടെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്നും പ്രവാചകരെ താങ്കൾ ജനങ്ങളെ പഠിപ്പിക്കണേ. ഇദാ ദഅാൻ, എന്നോട് മാത്രമാണ് തേടുന്നതെങ്കിൽ, എന്നോട് മാത്രമാണ് തേടുന്നതെങ്കിൽ ആ തേടുന്നവന്റെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഞാൻ മനുഷ്യരുമായി ചേർന്നു നിൽക്കുന്നവനാണ്, അടുത്തവനാണ് എന്നാണ് എന്നെ കുറിച്ച് പ്രവാചകരെ ജനങ്ങൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഖാഫിലൂടെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ, അവന്റെ കണ്ഠനാഡിയേക്കാൾ അവനുമായി ഞാൻ ചേർന്ന് നിൽക്കുന്നവനാണ്, അടുത്തു നിൽക്കുന്നവനാണ് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ജീവനാഡിയേക്കാൾ, കണ്ഠനാഡിയേക്കാൾ നമ്മളുമായി അടുത്തു നിൽക്കുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് ആ റബ്ബിനെ മാത്രം, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. ഒരാൾ ആരാധ്യനായി തീരണമെങ്കിൽ അവൻ സൃഷ്ടാവായിരിക്കണം. സൃഷ്ടാവിനോടല്ലാത്ത ഒന്നിനോടും ആരാധിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു ആവശ്യപ്പെടുകയാണ്, പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 21, 22 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ നാഥന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നിങ്ങളെ മാത്രമല്ല വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കോടാനക്കോടി മനുഷ്യരെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവായ നാഥന് മാത്രമായിരിക്കണേ നിങ്ങൾ ആരാധന അർപ്പിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീർന്നേക്കാം. എന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു വിശദീകരിക്കുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഭൂമിയെ വാസയോഗ്യമാക്കിയവനാണ്. വസ്സമാഅ ബിനാ, ആകാശത്തെ മേൽപ്പുരയാക്കിയവനാണ്. വഅൻസല മിനസ് സമാഇ മാ, വാനലോകത്ത് നിന്ന് അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിക്കുന്നവനാണവൻ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് റിസ്ഖായി കൊണ്ട്, നിങ്ങൾക്ക് ഭക്ഷണമായി കൊണ്ട് ധാരാളക്കണക്കിന് ഫലവർഗ്ഗങ്ങളെ ആ മഴ മുഖേന അല്ലാഹു ഭൂമിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ, അറിഞ്ഞുകൊണ്ട് നീ ഒരിക്കലും അല്ലാഹുവിൽ സമന്മാരെ സൃഷ്ടിക്കരുത്. അല്ലാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാർ അവർ ഒന്നിനെയും പടക്കാത്തവരാണ്, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. 16-ാം അധ്യായം സൂറ നഹ്ലിന്റെ 19, 20 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാർ ലാ യഖ്ലുഖൂന ശൈആ, ഒന്നിനെയും പടക്കാത്തവരാണവർ. വഹും യഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു അംവാതുൻ ഗൈറു അഹ്യാ, അവർ മരിച്ചുപോയ ആളുകളല്ലേ, ജീവനില്ലാത്ത ആളുകളല്ലേ. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് എന്നാണ് അല്ലാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന കാര്യം പോലും അറിയാത്തവരല്ലേ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്നതെന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹുവിന് പുറമെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ
അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും ബീവിമാരാണെങ്കിലും തങ്ങന്മാരാണെങ്കിലും ജിന്നുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും അവരെല്ലാം അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരിൽ പെടുകയാണ്. ആരെയെല്ലാം ആളുകൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്നുവോ, ജിന്നെ തേടിയാൽ അവൻ ജിന്നിന്റെ ഇബാദത്ത് അർപ്പിച്ചവനായി മാറും. മരിച്ചുപോയ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് തേടിയാൽ അവർ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഇബാദത്ത് ചെയ്ത വ്യക്തിയായി മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അംവാതുൻ ഗൈറു അഹ്യാ, അവർ മരിച്ചുപോയ ആളുകളാണ്. ഗൈറു അഹ്യാ, ജീവനില്ലാത്തവരാണ് അവർ. വമാ യശ്ഉറൂന അയ്യാന യുബഅതൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എന്നാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന കാര്യം പോലും അറിയാത്തവരാണ് അവർ. അതുകൊണ്ട് അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പടപ്പുകളോട്, അള്ളാഹു പടച്ച മനുഷ്യരോട് അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളോട്, ജീവജാലങ്ങളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇനി 22-ാം അധ്യായം സൂറ ഹജ്ജിന്റെ 73-ാമത്തെ ആയത്തിലൂടെ എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ളുരിബ മസലുൻ, നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം നാം വിശദീകരിക്കുകയാണ്. ഫസ്തമിഉ ലഹു, ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ലൈ യഖ്ലുഖൂ ദുബാബാ, ഒരു ഈച്ചയെ പോലും പടക്കാത്തവരാണ്. ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിവില്ലാത്തവരാണ്. അല്ലെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട്, ശവകുടീരങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട്, മലക്കുകളെയും ജിന്നുകളെയും ആരാധിക്കുന്നവരുണ്ട്. അല്ലാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാർ ഒരു നിസ്സാരമായ പ്രാണിയെ പോലും പടക്കാത്തവരാണ്. അവർക്ക് പടക്കാൻ കഴിയില്ല. ഒരു ഈച്ചയെ പോലും പടക്കാൻ അവർക്ക് കഴിയില്ല. ആ ലക്ഷ്യത്തിനു വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും ശരി, അള്ളാഹുവിന് പുറമെ കോടിക്കണക്കിന് ആരാധ്യന്മാരുണ്ട് ലോകത്തിൽ. ആ ആരാധ്യന്മാർ എല്ലാവരും സംഘം ചേർന്നു ഒരുമിച്ചിരുന്ന് ഒരു ചെറിയ പ്രാണിയെ പടക്കാൻ ശ്രമിച്ചാൽ അവരെ കൊണ്ട് സാധ്യമല്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, ഒരു പ്രാണി വന്ന് അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയാൽ അതിനെ തിരികെ കൊണ്ടുവന്ന് കൊടുക്കാൻ ആ കോടാനകോടി ആരാധ്യന്മാരെ കൊണ്ട് കഴിയില്ല. ആയത്തിനെ അല്ലാഹു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ, അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും എത്ര ദുർബലനാണ്. പ്രാർത്ഥിക്കുന്നവൻ ദുർബലനാണ്. അള്ളാഹുവിന് പുറമെ ആരോടാണോ അവൻ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കപ്പെടുന്നവരും ദുർബലരാണ്. ഒരു നിസ്സാരമായ ഒരു പ്രാണിയെ പോലും പടക്കാൻ കഴിവില്ലാത്തവരാണ്. അതുകൊണ്ട് ആരാധ്യൻ ആരാണ് ആവേണ്ടത്? സൃഷ്ടാവാണ് ആരാധ്യൻ. സൃഷ്ടാവിനോട് മാത്രമേ ഇബാദത്ത് അർപ്പിക്കാൻ പാടൂ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആരാധനുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ യോഗ്യത, എല്ലാം കാണുന്നവനാകണം, എല്ലാം കേൾക്കുന്നവനാവണം. അവനെയാണ് ആരാധിക്കേണ്ടത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരാളെ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ ആരാണ്? പ്രപഞ്ചനാഥനായ അല്ലാഹു മാത്രമാണ്. എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്നത്. കണ്ണിന്റെ കള്ളനോട്ടങ്ങളെ പോലും അവൻ അറിയും. ഹൃദയത്തിന്റെ ഉള്ളിൽ നാം ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ സ്വകാര്യതകൾ വരെ അറിയുന്നവനാണ്. പരിധിയില്ലാതെ കാണുന്നവനും പരിധിയില്ലാതെ കേൾക്കുന്നവനും ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരാളെ ഉള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്ന ആ നാഥനെയായിരിക്കണം നമ്മൾ ആരാധിക്കേണ്ടത്. അല്ലാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരുടെ ഒരു ദുർബലത ഖുർആൻ പഠിപ്പിക്കുന്നത്, അവരോട് തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കുകയില്ല എന്ന്. കേൾക്കാൻ പോലും കഴിയില്ല, പിന്നെയല്ലേ അവർക്ക് സഹായിക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
സൂറ ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇൻ തദഊഹും ലാ യസ്മഊ ദുആക്കും, നിങ്ങൾ അവരോട് തേടിയാൽ, നിങ്ങൾ അവരോട് ദുആ ഇരുന്നാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഔലിയാക്കന്മാരോട് തേടിയാൽ, അമ്പിയാക്കന്മാരോട് തേടിയാൽ നമ്മുടെ തേട്ടം, നമ്മുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വലൗ സമീഉ, ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്കൊരിക്കലും ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ ആ തേട്ടം അവർ കേൾക്കൂല. ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളിൽ ഞങ്ങളോട് ആരും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് അവർ പറയും. കാരണം അവർ കേട്ടിട്ടില്ല, അവര് കേട്ടിട്ടില്ല. അതുകൊണ്ട് പരലോകത്ത് അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാർ ഞങ്ങളോട് ആരും പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് അവർ പറയും. കാരണം ബർസഖിയായ ലോകത്ത് വെച്ചവർ ഇത്തരത്തിലുള്ള ഒരു വിളിയും ഒരു തേട്ടവും അവർ കേട്ടിട്ടില്ല എന്നതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമുക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്. നമ്മുടെ കാഴ്ചക്കും കേൾവിക്കുമുള്ള പ്രത്യേകത അതിന് പരിധിയുണ്ട് എന്നതാണ്. ഒരു നിശ്ചിത അകലത്തേക്ക് നമുക്ക് കാണാൻ കഴിയും. ഒരു നിശ്ചിത ദൂരത്തു നിന്നുള്ള ശബ്ദമേ നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ പരിധിയില്ലാതെ കാണാനും പരിധിയില്ലാതെ കേൾക്കാനും അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ഇനി മരണപ്പെട്ട് കഴിഞ്ഞാലോ, മനുഷ്യരായ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലോ ആ പരിമിതമായ കഴിവും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമ്മള് ഒരാൾ കൂർക്കം വലിച്ചുറങ്ങാണ്. അപ്പൊ ഒരു കുടുംബക്കാരൻ ആ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് നന്നായിട്ട് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ ആ വന്ന വ്യക്തിയുടെ സംസാരമോ കാര്യങ്ങളോ ഒന്നും ഈ ഉറക്കത്തിൽ ഗാഠനിദ്രയിലായ വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷെ അവർ നിഷേധിക്കും. ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ലെന്ന് പറയും. ജീവനുണ്ട്, റൂഹുണ്ട്, ഉറക്കത്തിലാണ്. പക്ഷേ തൊട്ടടുത്ത് വന്ന് സംസാരിച്ച, വീടിനകത്ത് കയറി സംസാരിച്ച കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല. എന്നാൽ ആ മനുഷ്യൻ മരണപ്പെട്ടാലോ പിന്നെ ഇവന്റെ വർത്തമാനങ്ങളൊന്നും ആ മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. ആ പരിമിതമായ കഴിവും ആ മനുഷ്യൻ നഷ്ടമാവുകയാണ്. ഒരു LKG പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ നിരത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർ കേൾക്കില്ല, ഖബറാളികൾ കേൾക്കില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നത്. സൂറ ഫാത്തിറിന്റെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് വമാ യസ്തവിൽ അഅമാ വൽ ബസീർ, കണ്ണ് കാണുന്ന കണ്ണ് കാണാത്തവരും ഒരുപോലെയല്ല. വലൽദുലുമാതു വലന്നൂർ, ഇരുട്ടും വെളിച്ചവും ഒരുപോലെയല്ല. വലൽദില്ലു വലൽ ഹറൂർ, തണലും വെയിലും ഒരുപോലെയല്ല. ലോകത്താർക്കും തർക്കമില്ലാത്ത കാര്യങ്ങൾ ഇവയൊന്നും ഒരുപോലെയല്ലെന്ന് അല്ലാഹു പറഞ്ഞ് തുടർന്ന് അല്ലാഹു പറയുന്നത് വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. ചില ആളുകൾ വ്യാഖ്യാനിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾ കേൾക്കുന്നതിനേക്കാളും മരിച്ച ആളുകൾ എന്ത് ചെയ്യും? കേൾക്കുന്നതാണ്. ജീവിച്ചിരിക്കുന്ന ആളുകൾ കേൾക്കുന്നതിനേക്കാളും കേൾക്കും, പരിധിയില്ലാതെ കേൾക്കും. അതുകൊണ്ടാണല്ലോ വിളിക്കുന്നത് വല്ലനീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവ്. അതിനൊക്കെ അവസാനത്തിൽ ഒരു ഓവർ എന്നുണ്ടാവും. പറഞ്ഞത് കുറച്ച് ഓവറായി. കാരണം അള്ളാന്റെ ദുനിയാവിൽ നിന്ന് ആരെന്നെ വിളിച്ചാലും അവന്റെ വായി കൂടുന്നതിന് മുമ്പ്, അവന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് അവൻ ഞാൻ ഉത്തരം നൽകിയിരിക്കും എന്നാണ് മുഹീദ്ദീൻ മാലയിലുള്ളത്. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുള്ള എവിടെയാണ് അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്നത്? ഇറാഖിലെ ബാഗ്ദാദ് പട്ടണത്തിലാണ് അദ്ദേഹത്തിന്റെ ഖബറിടമുള്ളത്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഈ ഓട്ടുപാറയിൽ നിന്ന് നമ്മൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ ഇറാഖിലെ ബാഗ്ദാദ് നഗരത്തിലെ ഒരു ഖബറിൽ മറവ് ചെയ്യപ്പെട്ട ആ ശൈഖ് അവകൾ ഏത് കാതുകൊണ്ടാണ് കേൾക്കുക? എങ്ങനെയാണ് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുക? ഇനി വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചിടത്തേക്ക് അദ്ദേഹം ഹാജരാകുമെന്നാണ് വിശ്വാസം. വുളു എടുത്ത് 12 റക്അത്ത് നിസ്കരിച്ച് 1000 തവണ വിളിക്കണം.
ബൈത്തിങ്ങനെ കാണാൻ കഴിയും. 1000 തവണ വിളിക്കണം എന്നാണ്. അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി. അവന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പായി അവർ ഉത്തരം നൽകും. ഫൽയദൂ യാ ശൈഖ് മുഹ്യിദ്ദീൻ. അതുകൊണ്ട് യാ ശൈഖ് മുഹ്യിദ്ദീൻ എന്ന് വിളിക്കട്ടെ. അതുകൊണ്ട് പണ്ടൊക്കെ വ്യാപകമായിട്ട് നമ്മുടെയൊക്കെ നാടുകൾ ഉണ്ടായിരുന്നു, വട്ടളഞ്ഞിരുന്ന് ലൈറ്റ് കോഫി യാ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നിങ്ങനെ വിളിക്കും. നടുവിൽ അരിപ്പൊടി വതറും. എന്തിനാണ് ഈ അരിപ്പൊടി വതറുന്നത്? ശൈഖ് അവറുകൾ വന്നുപോയോ എന്നെന്ത് ചെയ്യണം? അവിടുത്തെ ആ വിളിച്ച ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം, ബോധ്യപ്പെടുത്തണം. അതിനൊരു വെള്ളപ്പൊടി എന്ത് ചെയ്യും? മധ്യഭാഗത്ത് വിതറും. എന്നിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യാൻ പറയും, വിളക്കുകളെല്ലാം അണക്കാൻ പറയും. 1000 തവണ വിളിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഇടാൻ പറയുന്നു. അതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാർ. എന്നിട്ട് അവരോട് മധ്യഭാഗത്തേക്ക് നോക്കാൻ പറയുന്നു. അവിടെ നോക്കുമ്പോഴത് ആ കാലടികൾ ആര് വന്നു പോയതാണെന്നാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ശൈഖ് അവറുകൾ ഹാളിറായി. ഇനി നിങ്ങളുടെ മുറാദുകളെല്ലാം ഹാസിലാകും, ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകും എന്ന് പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി അവരുടെ ആദർശത്തെ ഇല്ലാതാക്കുകയാണ്, യഥാർത്ഥമായ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ, മരണപ്പെട്ടവരോട് തേടിയാൽ അവർക്ക് കേൾക്കാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. എന്താ വ്യത്യാസം? ജീവിച്ചിരിക്കുന്നവർക്ക് നടക്കാൻ കഴിയും, മരണപ്പെട്ടാൽ നടക്കാൻ കഴിയൂല. ജീവിച്ചിരിക്കുന്ന ആളുകൾ സംസാരിക്കും, മരണപ്പെട്ടാൽ പിന്നെ സംസാരിക്കൂല. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും, മരണപ്പെട്ടാൽ കാണാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയും, മരണപ്പെട്ടാൽ കേൾക്കാൻ കഴിയില്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. തീർച്ചയായും അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു കേൾപ്പിക്കുന്നതാണ്. ഹബീബായ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഖബറാളികളായ ആളുകളെ വിളി കേൾപ്പിക്കാൻ പ്രവാചകരെ താങ്കളെ കൊണ്ട് കഴിയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറയുകയാണ്. ആരാണ് പ്രവാചകൻ? സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്, പ്രവാചകന്മാരിൽ ഉത്തമനാണ്. നാളെ പാരത്രികമായ ലോകത്തെ സ്വർഗ്ഗലോകത്തേക്ക് ആദ്യമായി കാലെടുത്തു വെക്കുന്നത് ഹബീബുനാ നബിയുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കുമെന്ന പ്രമാണങ്ങൾ വിശദീകരിക്കുകയാണ്. ആ നേതാവിന് പോലും മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ കഴിയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് കൊണ്ട് പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്ക് എങ്ങനെയാണ് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് മരണപ്പെട്ടു പോയവരോട് തേടരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്തുൻ നംലിന്റെ 80-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, ഇന്നക ലാ തുസ്മിഉൽ മൗതാ. തീർച്ചയായും പ്രവാചകരെ, മരിച്ചവരെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല. ഖബറിലാകണ്ട, മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയൂല. അപ്പൊ ഒരു വിഭാഗം ആളുകൾ അല്ലാഹു പറഞ്ഞതിന് വിരുദ്ധമായ വിശ്വാസം ജനങ്ങളെ പഠിപ്പിക്കുന്നു. അല്ലാഹു പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായ ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നു. ഇതാണ് ദീൻ എന്ന് പറയുന്നു. എന്നിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ, മറവ് ചെയ്തു കഴിഞ്ഞാൽ, ആറടി മണ്ണിന്റെ ചുവട്ടിലായി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മയ്യത്തിന്റെ തലഭാഗത്തിരുന്നു കൊണ്ടതാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ക്ലാസ് എടുക്കുന്നത്? ഭീകരന്മാരായ 2 മലക്കുകൾ ഇതാ നിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് നിന്നെ അവർ വിളിച്ചുണർത്തും, നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് നിന്നോട് ചോദിക്കും, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക. നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ദീൻ ഏതായിരുന്നു, നിന്റെ ഇമാമ ഏതായിരുന്നു? ആ സമയത്ത് പറയേണ്ടത് അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ റബ്ബ്, മുഹമ്മദുൻ നബിയ്യി, മുഹമ്മദാണ് എന്റെ പ്രവാചകൻ, ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എന്റെ മതം, ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാം. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവര് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? ഇമാം ആരാ? ഇമാം ഷാഫിഈ. ഇമാം ആരാ? ഇമാം ഹനഫി.
അങ്ങനെ പല പണ്ഡിതന്മാരുടെയും പേര് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു കേൾക്കുകയില്ല, നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഘട്ടമെത്തുമ്പോ അതും 6 അടി മണ്ണിന്റെ ചുവട്ടിലാക്കിയതിനു ശേഷം അവനോട് പറയുന്നു, മലക്കുകൾ വന്ന് ചോദിക്കും, നിന്റെ ഇമാം ഏതാണെന്ന് ചോദിക്കുമ്പോ ഖുർആനു ഇമാമി, ഖുർആനായിരുന്നു എന്റെ ഇമാം എന്ന് പറയണം. ചില ബിരുദന്മാരെന്ത് ചെയ്യുമെന്നറിയോ? ഒരു ശീലയില് ഈ 4 ചോദ്യങ്ങളും 4 ഉത്തരങ്ങളും എഴുതും, എന്നിട്ട് മുഖത്ത് വെക്കും. അതിന് മുഖത്തെഴുത്ത് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. ബേജാറോട് കൂടിയിട്ട് ആ കല്ലൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ പാത്തിയൊക്കെ ഇങ്ങനെ വെച്ച് ഇടുന്നതിന്റെ ഇടക്ക് മക്കള് ബേജാറിൽ ചോദിക്കും, മുഖത്തെഴുത്തിട്ടോന്ന്. അപ്പൊ ഉസ്താദ് പറയും ഇട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്താ മുഖത്തെഴുത്ത് അറിയോ? മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോ കോപ്പി അടിക്കാനുള്ള സാധനം. ഈ 4 ചോദ്യങ്ങളും ആ 4 ഉത്തരങ്ങളും ആ മയ്യത്തിന്റെ തലഭാഗത്ത് വെച്ചു കൊടുക്കുകയാണ്. എന്തിനറിയോ? അഥവാ ഉത്തരം കിട്ടാതെയായാൽ നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി എന്ന് മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുകയാണോ? ബേജാറാകണ്ട, ഉസ്താദ് അവിടെ കോപ്പി വെച്ചിട്ടുണ്ട്. അതിന് ചെറിയ ഫീസ് മതിയല്ലോ. ആ ഒരു ശീലയിൽ 4 ചോദ്യവും 4 ഉത്തരവും അവിടെ വിജയിച്ചാൽ രക്ഷപ്പെട്ടല്ലോ. അപ്പൊ അതിന് വാപ്പാക്ക് വേണ്ടി ഒരു 500 1000 കൊടുത്തൊരു കുഴപ്പമില്ല, ബിസിനസ് ആക്കി മാറ്റിയാണ്. ആ മരണത്തിന്റെ സമയത്ത് പോലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ദീനിനെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയാൻ കഴിയണം. ഇത് തിരുത്തി കൊടുക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് കഴിയണം. മുത്തുനബിയോട് പോലും അല്ലാഹു പറഞ്ഞത് ഇന്നക ലാ തുസ്മിഉൽ മൗതാ, തീർച്ചയായും പ്രവാചകരെ മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് കാര്യമായിട്ട് ദ്വാരക്കലോ ആരോടായിരിക്കും? അള്ളാഹു അല്ലാത്തവരോടായിരിക്കും. ഔലിയാക്കന്മാരുടെ പോലീസുകൾ പറയാ, അമ്പിയാക്കന്മാരുടെ പോലീസുകൾ പറയാ, എന്നിട്ട് അവരോട് തേടിക്കോളൂ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്നതാണ്. പരിശുദ്ധ റമളാനിൽ പോലും പട്ടിണി കിടന്ന് നോമ്പ് നോറ്റ ത്യാഗപൂർണമായ ഇബാദത്തിന്റെ വേളകളിൽ പോലും പള്ളിമിനാരങ്ങളിലൂടെ അന്നൽ മസാജിദല്ലാ, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിന്റേത് മാത്രമാണ്. ഫലാ തദഊ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ആരോടും വിളിച്ചു തേടരുത്, അള്ളാന്റെ കൂടെ നിങ്ങൾ ആരെയും വിളിച്ചു തേടരുത് എന്ന് അല്ലാഹ് പറയാം. പള്ളികൾ അല്ലാഹുവിന്റേതാണ്, അവിടെ വെച്ച് നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആരെയും വിളിച്ചു തേടരുത്. എന്നാൽ അതേ പള്ളി മിനാരങ്ങളിലൂടെ തന്നെ പരിശുദ്ധ റമളാനിന്റെ 17ന്റെ രാവിൽ നമ്മളതാ കേൾക്കുകയാണ്, ബദർമാല ആലപിക്കുകയാണ്. യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ കുൽനാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന മനുഷ്യരുണ്ടോ? ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ വിളിച്ചു തേടിക്കോ. ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ മനുഷ്യരെ നിങ്ങൾ വിളിച്ചു തേടിക്കോ. ആരോട് തേടാനാണ് ഉസ്താദുമാർ ആഹ്വാനം ചെയ്യുന്നത്? അല്ലാഹുവോട് തേടാനല്ല. രോഗങ്ങൾ ദുരിതങ്ങൾ കെട്ടപ്പാടുകൾ അനുഭവിക്കുന്ന മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് തേടാനല്ല പറയുന്നത്. കുൽനാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ, ബദറിൽ ഷഹീദായ ശുഹദാക്കളെ എന്ന് നിങ്ങൾ തേടിക്കോളൂ എന്നാണ്. ഇതാണ് അറബിയിലുള്ള ബൈത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ എന്ന് വിളിച്ച് നിങ്ങൾ തേടിക്കോ എന്ന് എന്ത് ചെയ്യാണ്? ആളുകളോട് ആഹ്വാനം ചെയ്യണം. അല്ലാഹു നിരന്തരമായി ഖുർആനിനോട് പറയുന്നത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളെ രക്ഷിതാപിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നോട് തേടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? നിങ്ങൾ പ്രയാസപ്പെടുന്നവരാണോ, രോഗികളാണോ, ദുരിത ജീവിതം നയിക്കുന്നവരാണോ, ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തോടെ തേടിക്കോ, ബദരീങ്ങളെ എന്ന് നിങ്ങൾ വിളിച്ചോ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിലേതാ നമ്മൾ സ്വീകരിക്കേണ്ടത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്
ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ജനങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സന്ദേശമാണ്. കാരണം ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി കൊണ്ട് ജനങ്ങളോട് പറഞ്ഞ ആദർശം ഇത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകലമാന പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി കൊണ്ട് ജനങ്ങളോട് പറഞ്ഞ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആദർശമാണെന്ന് നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൻ ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിന് പ്രാമുഖ്യം നൽകുന്നത്. അമ്പിയാക്കന്മാർ അവരുടെ ജീവിതത്തിന്റെ മഹാഭൂരിഭാഗം സമയവും മാറ്റിവെച്ചത് ഈ ആശയത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശം വഅൻദിർ അശീറതകൽ അഖറബീൻ, പ്രവാചകരെ താങ്കളുടെ അടുത്ത കുടുംബക്കാർക്ക് നിങ്ങൾ താക്കീത് നൽകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. അവരാരാണ്? ഇബ്രാഹിം നബിയോട് തേടുന്ന ആളുകൾ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് തേടുന്നവർ, മരിച്ചുപോയ പല മഹാന്മാരുടെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയും അല്ലാതെയും ഒക്കെ അവരോട് പ്രാർത്ഥിക്കുകയും സഹായാർത്ഥന നടത്തുകയും ചെയ്തിരുന്ന ആളുകൾ. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിച്ചാൽ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം. മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയികളാകാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ഇത് തന്നെയാണ് ജനങ്ങളെ പഠിപ്പിച്ചത്. ഇനി പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ച അമ്പിയാക്കന്മാരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, ഇബ്രാഹിം പ്രവാചകനെ അല്ലാഹു ഖലീലായി ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഉറ്റ മിത്രത്തെ ദീർഘകാലം മക്കളെ കൊടുക്കാതെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. മക്കളെ കൊടുക്കാതെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ആ പരീക്ഷണങ്ങളിൽ നിന്ന്, റബ്ബിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ആരും ഒഴിവല്ല. അമ്പിയാക്കന്മാർ പോലും ഒഴിവായിട്ടില്ല. അല്ലാഹുവിന്റെ ഖലീലായ ആത്മമിത്രമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സന്താനങ്ങളെ നൽകാതെ പരീക്ഷിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തേടിയത് ആരോടാണ്? മുമ്പ് കഴിഞ്ഞുപോയ ഔലിയാക്കന്മാരോടല്ല, തങ്ങന്മാരോടല്ല, മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരോടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ് സൂറത്തു സ്വാഫാത്തിന്റെ 100-ാമത്തെ ആയത്തിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു പറഞ്ഞു തരികയാണ്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ നീ സ്വാലിഹീകളായ സന്താനങ്ങളെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നാഥ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. ഇതേ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രവാചകന്റെ ചരിത്രം 19-ാം അധ്യായം സൂറ മറിയമിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലം മക്കളെ ലഭിക്കാതെ പരീക്ഷിക്കപ്പെടുകയാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സങ്കടങ്ങൾ, തന്റെ വേദനകൾ അല്ലാഹുവുമായി പങ്കുവെക്കുകയാണ്. റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി, റബ്ബേ എന്റെ എല്ലുകളെല്ലാം ദുർബലമായി, വസ്തഗല റഅസു ശൈബാ, മുടിയാണെങ്കിൽ നരച്ച് തിളങ്ങുന്ന അവസ്ഥയും എത്തി. എന്താ അല്ലാഹുവോട് പറഞ്ഞത്? എല്ലുകൾക്കൊക്കെ ബലം കുറഞ്ഞു, എല്ലുകളെല്ലാം ദുർബലമായി, മുടികളെല്ലാം നരച്ചു തിളങ്ങി എന്ന് പറഞ്ഞാൽ വയോവൃദ്ധനായി. എപ്പോഴാ എല്ലിന് ബലം കുറയുമ്പോഴാണ് നമ്മൾ മറ്റൊരാളുടെ സഹായം തേടുക. എല്ലിന് ബലം കുറയുമ്പോഴാണ് നമ്മൾ വടികുത്തി നടക്കുക. അപ്പൊ അത്രയും വയസ്സായി നടത്താം.
പക്ഷേ അള്ളാഹു മക്കളെ നൽകിയിട്ടില്ല, പരീക്ഷിക്കുകയാണ്. പരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, റബ്ബേ എന്റെ എല്ലുകൾക്കെല്ലാം ബലം കുറയുകയാണ്, എന്റെ മുടികളെല്ലാം നരച്ചു തറഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് പറയുകയാണ്, അല്ലാഹുവേ എന്റെ ഭാര്യ ആഖിറയാണ്. ആഖിറ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത അസുഖമുള്ള സ്ത്രീകൾക്കാണ് ആഖിറ എന്ന് പറയുക. സക്കരിയ നബി പറയണം അല്ലാഹുവോട്, ചികിത്സ നടത്തിയിരുന്ന വൈദ്യന്മാരൊക്കെ പറഞ്ഞത് എന്റെ ഭാര്യ പ്രഗ്നന്റ് ആകുകയില്ല എന്നാണ്, എന്റെ ഭാര്യ ഗർഭിണിയാകുകയില്ല എന്നാണ്. ഇങ്ങനെയാണ് ഡോക്ടർമാർ വൈദ്യന്മാർ പറയുന്നതെങ്കിലും എനിക്കും എന്റെ ഭാര്യക്കും അങ്ങേയറ്റം പ്രായമായിട്ടുണ്ടെങ്കിലും വലം ബക്കും അല്ലാഹുവേ ഇന്നേവരെ നിന്നോട് തേടിയിട്ട്, അല്ലാഹുവേ ഇന്നേവരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും വയോവൃദ്ധനായ എനിക്ക് നാഥാ നീ ഒരു കുഞ്ഞിനെ തരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുകയാണ്. അതേ പേജിൽ തന്നെ, അതേ അധ്യായത്തിന്റെ തന്നെ സൂറ മറിയമിന്റെ തന്നെ ആദ്യ പേജിന്റെ അവസാന ഭാഗത്ത് കാണാൻ കഴിയും, യാ സക്കരിയ ഓ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഉലാ, നിനക്കിതാ ഒരു ആൺകുട്ടിയെ കുറിച്ച് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാ. ഇസ്മുഹു യഹ്യ, ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഒരു പ്രവാചകനായ സ്വാലിഹായ ഒരു മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇതെന്തിനാ പഠിപ്പിക്കുന്നത്? പ്രപഞ്ചനാഥനായ അല്ലാഹു സന്താനങ്ങളെ നൽകാതെ നമ്മെ പരീക്ഷിച്ചാൽ ഏതെങ്കിലും വിഗ്രഹങ്ങളെ തേടി അല്ലെങ്കിൽ ഏതെങ്കിലും മക്കുബറകൾ തേടി ജാറങ്ങൾ തേടി നടക്കാനല്ല, മറിച്ച് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തേടിയതുപോലെ മഹാനായ പിതാവ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ഇരുന്നതുപോലെ പടച്ച റബ്ബിനോട് നേർക്കുനേരെ ദുആ ചെയ്യാനാണ്. അതിനാണ് ഈ ചരിത്രങ്ങൾ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കന്മാർ, മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ദീർഘകാലമാണ് രോഗിയായി കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാത്ത ബാക്കി എല്ലാവരും കൈയൊഴിയുകയാണ്. ആ സമയത്ത് രോഗശൈലിയിൽ കടന്നുകൊണ്ട് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദുആ ഖുർആൻ പഠിപ്പിക്കുകയാണ്. 21-ാം അധ്യായം സൂറ അംബിയായിന്റെ 83-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, അയ്യൂബ ഇദ്നാദാ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നാഥനോട് ദുആ ചെയ്യുകയാ. എന്താണ് അയ്യൂബ് നബി ദുആ ചെയ്തത്? അന്നീ മസ്സനിയല്ലുർ, റബ്ബേ എനിക്കിതാ മാരകമായ രോഗം ബാധിച്ചിരിക്കുക, റബ്ബേ എനിക്കിതാ മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാ. വഅൻത അർഹമുർ റഹീമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനല്ലയോ. ആ പ്രവാചകന്റെയും പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുകയാണ്, പൂർണ്ണ ആരോഗ്യം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ രോഗത്തെ പൂർണ്ണമായും അല്ലാഹു ഇല്ലാതാക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗലോകത്ത് നിന്ന് വിലക്കപ്പെട്ട ഫലം കഴിച്ചതിന്റെ പേരിൽ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുകയാണ്. തന്റെ ഭാഗത്ത് വന്ന വീഴ്ച, തന്റെ ഭാഗത്ത് വന്ന ദുൽമബോധ്യമായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തിരിക്കുകയാണ്, റബ്ബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തിരിക്കുകയാ. ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും നാഥാ എന്ന് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാ. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഔലിയാക്കന്മാരും ബീവിമാരും റബ്ബിനോട് മാത്രമാണ് തേടിയതെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദഅവത്തിന്റെ ഫലമായി കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയായ ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു തആല അൻഹാ, ഞാനാണ് ഉന്നതനായ രക്ഷിതാവെന്ന്
വാദിച്ചിരുന്ന അവകാശപ്പെട്ടിരുന്ന ഞാനല്ലാത്ത ഒരാൾ ഈ ലോകത്ത് ദൈവമുണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ തൗഹീദ് സ്വീകരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദഅവത്തിന്റെ ഫലമായി കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ നെഞ്ചേറ്റി എന്ന തിരിച്ചറിവുണ്ടായപ്പോ ഭർത്താവായ ഫിറഔൻ അവന്റെ കിങ്കരന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ ഇരുമ്പാണികൾ ശരീരത്തിന്റെ മർമ്മസ്ഥാനങ്ങളിലൂടെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകുകയാണ്. മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ മലർത്തിക്കടത്തി ശരീരത്തിന്റെ മർമ്മസ്ഥാനങ്ങളിലൂടെ ഇരുമ്പാണികൾ അടിച്ചു താഴ്ത്തുകയാണ്. ശരീരത്തിൽ നിന്നും രക്തം തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ സ്വർഗാവകാശികൾക്ക് റോൾ മോഡലായി, സ്വർഗാവകാശികൾക്ക് ഉദാഹരണമായി അല്ലാഹു എടുത്തു പറഞ്ഞ രണ്ടുപേരിൽ പ്രധാനിയാണ് ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആസിയ ബീബി ദുആ ചെയ്തതെന്താ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ ഒരു മൂലയിൽ നീ എനിക്കൊരു കുഞ്ഞു വീട് പണിതു തരണമേ. വരജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വരജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനിൽ നിന്നും അവന്റെ അക്രമികളായ അവന്റെ കൂട്ടാളികളായ ആളുകളുടെ അക്രമത്തിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. ആദ്യമായി റബ്ബിനോട് ചോദിക്കുന്നത് സ്വർഗ്ഗലോകമാണ്, ദുനിയാവിന് രക്ഷയല്ല. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഈ മർദ്ദനങ്ങളും പീഡനങ്ങളും എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ദുനിയാവിലെ കൊട്ടാരങ്ങളല്ല എനിക്ക് വലുത്, മറിച്ച് സ്വർഗത്തിന്റെ ഒരു മൂലയിലുള്ള ഒരു കുഞ്ഞു വീടാണ് നാഥാ ഞാൻ സ്വപ്നം കാണുന്നത്. അത് എനിക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബിനോടാണ് ആസിയ ബീവി തേടിയത്. ഇനി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ, നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചുള്ള പ്രാർത്ഥനകളൊന്ന് പരിശോധിച്ചു നോക്ക്. എല്ലാ പ്രാർത്ഥനകളും റബ്ബിനോടാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് വേണ്ടി തുറന്നു തരണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക. അല്ലാഹുവേ, നിന്റെ ഔദാര്യത്തിൽ നിന്നും ഞാനിതാ നിന്നോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ പരിശോധിക്കുക. നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ, ഹദീസിൽ വന്ന നൂറുകണക്കിന് പ്രാർത്ഥനകൾ എല്ലാം ഒരുമിച്ച് വെച്ചാൽ നമുക്ക് എന്താ ബോധ്യമാകുക? ഒന്നുകിൽ ആ പ്രാർത്ഥനയുടെ തുടക്കം അല്ലാഹുമ്മ എന്നായിരിക്കും, അല്ലാഹുവേ, അല്ലെങ്കിൽ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലെങ്കിൽ റബ്ബി എന്റെ രക്ഷിതാവേ. ഇങ്ങനെ റബ്ബിനോടുള്ള തേട്ടമല്ലാത്ത, റബ്ബിനോടുള്ള പ്രാർത്ഥനയല്ലാത്ത ഒരൊറ്റ പ്രാർത്ഥന പോലും ഖുർആനിലോ പ്രാമാണികമായ ഹദീസുകളിലോ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയില്ല. അത് ശരിയായ ഏർപ്പാടല്ല, ഗുരുതരമായ പാതകമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ മുഅ്മിനൂനിന്റെ 117-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന് പുറമെ മറ്റു ഇലാഹുകളോട് വിളിച്ചു തേടുന്ന ആളുകൾ അവിടെ ആ പ്രവർത്തനത്തിന്, അവിടെ ആ വാദത്തിന് യാതൊരു തെളിവും തന്നെയില്ല. തീർച്ചയായും അവിടെ വിചാരണ അല്ലാഹുവിന്റെ അടുക്കലാണ്. ആ ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ: ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. സത്യനിഷേധികളായ ആളുകൾക്ക് ഒരിക്കലും പാരത്രികമായ ലോകത്ത് വിജയിക്കാൻ കഴിയില്ല. അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന ആളുകൾ, തേടാമെന്ന് പറയുന്ന ആളുകൾക്ക് സത്യത്തിൽ അല്ലാഹു പറയാനില്ല ബുർഹാന ലഹു ബിഹി. അവരുടെ വാദത്തിന്, അവരുടെ വിശ്വാസത്തിന് യാതൊരു ബുർഹാനും ഇല്ല, ഒരു തെളിവുമില്ല എന്ന് അല്ലാഹു ഉറപ്പിച്ചു പറയുകയാണ്.
അള്ളാഹു അല്ലാത്തവരോട് തേടരുതെന്ന് പറഞ്ഞു. അമ്പിയാക്കന്മാർ തേടിയ തേട്ടങ്ങൾ പഠിപ്പിച്ചു. സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ അള്ളാഹു പഠിപ്പിച്ചു. എല്ലാത്തിലും അള്ളാഹുവോട് മാത്രമുള്ള തേട്ടമാണ്. മാത്രമല്ല വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, എന്നെ പറ്റി എന്റെ ദാസന്മാർ നബിയെ താങ്കളോട് ചോദിച്ചാൽ അവർക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. എന്താണ് കണ്ടീഷൻ? ഇദാ ദഅാൻ, എന്നോട് മാത്രമായിരിക്കണം അവൻ തേടേണ്ടത് എന്നതാണ്. അള്ളാഹിനോട് മാത്രം തേടുകയാൽ, അള്ളാഹുവിനോട് മാത്രം തേടുന്ന ഒരാളായാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു അവന്റെ തൊട്ടടുത്തുണ്ട്. പിന്നെന്തിനാ നമ്മൾ ദൂരത്തുള്ള കിലോമീറ്ററുകൾക്ക് അകലെയുള്ള രാജ്യങ്ങൾക്കപ്പുറത്തുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ മനുഷ്യരോട് എന്തിനു നമ്മൾ ദുആ ചെയ്യണം? അള്ളാഹു നമുക്ക് ഓഫർ നൽകില്ലേ? ചോദിച്ചോളൂ, ഞാൻ തരാം. അള്ളാഹു തന്നത് എണ്ണിക്ലിക്കപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിന് കഴിയില്ല. ഇത്രയും തന്നു. ഇനി പരീക്ഷണാടിസ്ഥാനത്തിൽ അള്ളാഹു ചിലത് ബോധപൂർവ്വം നമുക്ക് തരാതിരിക്കുന്നത് എന്തിനാ? നമ്മുടെ ഈമാനിനെ അളക്കാൻ വേണ്ടിയാണ്. നമ്മൾ മക്ബറുകൾ തേടി പോകുന്നുണ്ടോ? ജാറങ്ങൾ തേടി പോകുന്നുണ്ടോ? വിഗ്രഹങ്ങളെ സമീപിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതോ അവന്റെ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് ചെറിയ ചെറിയ പരീക്ഷണം ഇട്ട് തരുമ്പോ ആ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അള്ളാഹു തരാത്തത് കബറാളിക്ക് തരാൻ കഴിയും. അള്ളാഹു തരാത്തത് ഏതെങ്കിലും വിഗ്രഹങ്ങൾക്ക് നൽകാൻ കഴിയും എന്ന അബദ്ധവിശ്വാസത്തോടെ കല്ലിനോടും മരങ്ങളോടും കബറുകളോടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ ചിത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മുടെ കൗമിൽപ്പെട്ട ആളുകൾ, എന്തിന് സഹോദരങ്ങളെ നിങ്ങൾ ഈ മരിച്ചുപോയവരോട് തേടണം? അള്ളാഹു കഴിവുറ്റവനല്ലേ? എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനല്ലേ അള്ളാഹു എല്ലാം കേൾക്കുന്നവനല്ലേ? എല്ലാം കാണുന്നവനല്ലേ? എന്തിന് നിങ്ങൾ അള്ളാഹിനെ കൈവിട്ടുകൊണ്ട് ഈ മക്ബറുകളിലേക്ക് എന്തിനു നിങ്ങൾ പോകുന്നു? നുരുമ്പിയ എല്ലുകൾക്ക് മുമ്പിൽ പോയി എന്തിനു നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു? എന്താണ് അവർക്ക് പറയാനുള്ള ന്യായം? അവർ പറയാറുള്ള ന്യായം എന്താ? അവർ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും. ഞങ്ങളെ അള്ളാഹുവിലേക്ക് അവർ അടുപ്പിച്ചു തരും. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളോട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ചോദ്യം ചോദിച്ചു. എന്തിന് സഹോദരങ്ങളെ നിങ്ങൾ ഈ മരിച്ചുപോയ നബിമാരോട് തേടണം? അവർ ചില്ലറക്കാരോടല്ല പ്രാർത്ഥിച്ചിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെയുള്ള അമ്പിയാക്കന്മാരോടാണ് അവർ തേടിയിരുന്നത്. അവർ ശപിക്കപ്പെട്ട ആളുകളായി തീരാനുള്ള കാരണം അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാനൂ ഇദാ മാത ഫീഹിം അർറജുലു സ്വാലിഹ്, അവരുടെ കൂട്ടത്തിൽ നല്ല ഒരു മനുഷ്യൻ മരിച്ചാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, എന്തായിരുന്നു അവരുടെ ഏർപ്പാട്? നല്ല ഒരാൾ മരിച്ചാൽ അവരുടെ ഖബറിടത്തെ മസ്ജിദാക്കി മാറ്റും. ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കേന്ദ്രമാക്കിയിട്ട് എന്ത് ചെയ്യും? ആ ഖബറിനെ ചുറ്റിപ്പറ്റി ഒരു പരിപാടി ഉണ്ടാക്കും. ഇത് ജാഹിലിയ സമ്പ്രദായമാണ്. ഇത് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങിയ ഹതഭാഗ്യന്മാരുടെ വൃത്തികെട്ട സ്വഭാവമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതേ സ്വഭാവം അള്ളാന്റെ പേര് പറഞ്ഞു, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, പ്രവാചകനുള്ള ഖുർബ് പറഞ്ഞു തനി ശിർക്കിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകൾ. എന്തിന് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നു എന്ന് അബൂജഹലിനോടും കൂട്ടരോടും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ചോദിച്ചപ്പോൾ അവർ 3 ന്യായങ്ങൾ പറഞ്ഞു. എന്തിനാണ് ഞങ്ങൾ കല്ലിനോട് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഞങ്ങൾ മരിച്ചവരോട് തേടുന്നത്? അവർ 3 ന്യായം പറഞ്ഞു. ആ 3 ന്യായവും ശരിയായ ന്യായങ്ങളല്ല. അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് അവർ പറഞ്ഞിരുന്ന ന്യായം. 43-ാം അധ്യായം സൂറ സുഹ്റൂഫിന്റെ 22-ാമത്തെ ആയത്തിൽ ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ, അതാണ് അവർ പറഞ്ഞ ഒരു ന്യായം. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. നിങ്ങൾ ഖബർ പൂജ നടത്തുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ. നിങ്ങളൊക്കെ ഒന്നും നിലയും വന്ന ആൾക്കാരല്ലേ? ഇവിടൊക്കെ പണ്ട് ഞങ്ങളെ വെല്ലിപ്പാന്റെ വെല്ലിപ്പൊക്കെ ഇങ്ങനെയാണ് ജീവിച്ചത്. ഇതാണ് ഇവരുടെയും ന്യായം.
എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ആയത്തോ ഹദീസോ അല്ല. പിന്നെയോ പൂർവ്വ പിതാക്കന്മാർ ഇങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തന്നത്, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അവർ മറുപടി പറയാറുള്ളത്. രണ്ടാമത്തെ ന്യായം എന്താ അറിയോ? 39-ാം അധ്യായം സൂറ സുമറിന്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ. അങ്ങനെ തന്നെയാണ് ഖുർആന്റെ പ്രയോഗം. അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളായി ഔലിയാക്കന്മാരായ ആളുകളെ സ്വീകരിച്ച ആളുകൾ. എന്തായിരുന്നു അവിടെ തെറ്റായ വാദം? മാനഅബുദുഹും, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല. അബൂജഹലും കൂട്ടരും പറയുകയാണ്, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല, അവർക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല. എന്തിനല്ലാതെ? ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാനല്ലാതെ ഞങ്ങൾ അവരോട് തേടുന്നില്ല. അപ്പൊ എന്തിനാ ഞങ്ങള് വിഗ്രഹങ്ങളോട് തേടുന്നത്? മരിച്ചുപോയവരോട് എന്തിനാ തേടുന്നത്? അബൂജഹലും കൂട്ടരും പറഞ്ഞിരുന്ന മറുപടി എന്താണ്? മാനഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാൻ വേണ്ടിയാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞാൽ, അവർ അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഈ ഔലിയാക്കന്മാരെന്ത് ചെയ്യും? അടുപ്പിച്ചു തരും. അതിനാണ് ഞങ്ങൾ മരിച്ചുപോയ ഔലിയാക്കന്മാരോട് തേടുന്നത്, അമ്പിയാക്കന്മാരോട് തേടുന്നത് എന്ന് അബൂജഹലും കൂട്ടരും മറുപടി പറഞ്ഞിരുന്നു. മൂന്നാമത്തെ ന്യായം എന്താ അറിയോ? 10-ാം അധ്യായം സൂറ യൂനുസിന്റെ 18-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന് പുറമെ ഞങ്ങൾ ആരാധിക്കുന്ന, വിളിച്ചു തേടുന്ന മഹാന്മാരായ ആളുകൾ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും എന്ന്. ഇതേ ന്യായമാണ് ജാറപൂജ നടത്തുന്ന, ഖബർ പൂജ നടത്തുന്ന സഹോദരങ്ങളും പറയുന്നത്. ഇവർ അള്ളാഹിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് പറയും. അതുകൊണ്ടാണല്ലോ മങ്കൂസ് മൗലൂദിലെ ഇങ്ങനെ പാടുന്നത്, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇൻലായാ സയ്യിദി ഖൈറൻ നബി. അശ്ശഫാഅത ഹബ്ലനാ, ശഫാഅത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. എന്നാ ശഫാഅത്ത് വേണ്ടത്? ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ, ഭയാനകരമായ ഖിയാമത്ത് നാളിൽ. വഹ്ലനാ ഇൻലായാ സയ്യിദി ഖൈറൻ നബി. ആരോടാ ശഫാഅത്ത് തേടുന്നത്? പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായവരെ. ഇനിയോ തെറ്റുകൾ ചെയ്ത മനുഷ്യൻ മങ്കൂസ് മൗലൂദിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പാപമോചനത്താട്ടം നടത്തുന്നത്. ഇർതകബതു അലൽ ഖാതാ ഗൈറ ഹസ്രിൻ വഅദദ ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബതു അലൽ ഖാതാ, തെറ്റ് എന്ന വാഹനത്തിന്റെ പുറത്ത് ഞാൻ കയറി. ഗൈറ ഹസ്രിൻ വഅദദ, ആ തെറ്റിന്റെ കോലം എന്താ? എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത അത്ര തെറ്റുകൾ ഞങ്ങൾ ചെയ്തു. ഇനി എന്താണ് പരിഹാരം? എന്താണ് വേണ്ടത്? ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ആ തെറ്റിന്റെ വിഷയത്തിൽ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായവരെ അങ്ങയോടിതാ ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു എന്ന്. ഇതാണ് മങ്കൂസ് മൗലൂദ്. മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ച് പലരും പറയാറുള്ളത് എന്താണ്? അവർക്ക് നബിയോട് തീരെ സ്നേഹമില്ല. കാരണം എന്താ? അവർ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യാത്തവരാണ്. എന്തുകൊണ്ടാ പാരായണം ചെയ്യാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ ആയിരക്കണക്കിന് ആയത്തുകൾ പഠിപ്പിച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന വരികളാണ് മങ്കൂസ് മൗലൂദിലുള്ളത്. അല്ലാഹുവിന്റെ ദീനിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ആദർശബോധമുള്ള ഒരാൾക്കും അത് പാരായണം ചെയ്യാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് അള്ളാഹു ചോദിക്കും. നിങ്ങളത് പറഞ്ഞു കൊടുത്തു, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുത്തു. ഒരു ജൂതന്റെ ശവമഞ്ചം കടന്നു പോകുന്നു. സ്വഹാബികളും പ്രവാചകനും സ്വഹാബത്തും ഒരിടത്ത് ഇരിക്കുകയാണ്. ആ ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അതൊരു ജൂതന്റെ മയ്യത്തല്ലേ?
എന്തിനാ നിങ്ങൾ ഈ ആദരവ് കാണിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്നത് അതൊരു മനുഷ്യനല്ലേ എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൾ നിറയുന്നു. ഇവരുടെ സ്വഹാബത്തിനോട് സ്വഹാബ, നമുക്കിടയിൽ ഏറെക്കാലം ജീവിച്ച് ഇതാ മരണപ്പെട്ട് ആരുടെ മണ്ണിലേക്ക് കൊണ്ടുപോകുന്ന ആ ജൂതനായ നമുക്കിടയിൽ ജീവിച്ച മനുഷ്യൻ നാളെ എങ്ങാനും പരലോകത്ത് എഴുന്നേറ്റതെന്ന് എനിക്ക് നേരെ വിരൽ ചൂണ്ടി ഈ നിൽക്കുന്ന മുഹമ്മദ് എനിക്ക് ദീൻ പറഞ്ഞു തന്നില്ലെങ്കിൽ എന്നെ കുറിച്ച് എങ്ങാനും അല്ലാഹുവിന്റെ കോടതിയിൽ പരാതി പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നോർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരാളെയും വേദനിപ്പിക്കാനോ ഒരാളെയും പ്രയാസപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അല്ല ഇത് പറയുന്നത്. മറിച്ച് ഇത് ദീനല്ല. അല്ലാഹുവിന്റെ ഖുർആനിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആയത്തുകൾക്ക് എതിരാണത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അത് നമ്മൾ ചൊല്ലാൻ പാടില്ലാത്തതാണ്. ഇനി നോക്കൂ നിങ്ങൾ, കുത്തുബിയത്ത് ചില ആളുകളൊക്കെ പൈസ കൊടുത്ത് ആളുകളൊക്കെ വിളിച്ചു വരുത്തി വീട്ടിൽ വെച്ചൊക്കെ ഇങ്ങനെ ബൈത്ത് കുത്തുബിയത്ത് ചെല്ലാറുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവർ അതിലുള്ളത്? മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയോട് ദുആ ചെയ്യാൻ, അള്ളാഹിനോട് തേടാനല്ല ഈ കൂലിക്കാളെ കൊണ്ടുവന്ന് ചൊല്ലിപ്പിക്കുന്നത്. പിന്നെയോ ഔലിയാക്കന്മാരോടാണ് തേടുന്നത്, മുഹയ്യിദ്ദീൻ ശൈഖിനോടാണ് തേടുന്നത്. നോക്കൂ നിങ്ങൾ, ബസ്വിർഫു ആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജ്ജിനി മിൻ ലളാ ഫീഹാ മഹാലികുഹു സുൽത്താന എന്റെ മനസ്സിൽ അങ്ങ് തെളിയിച്ച് കാണിക്കണം. എന്താണ് തെളിയിച്ച് കാണിക്കേണ്ടത്? താങ്കൾ സഞ്ചരിച്ച ആ നന്മയുടെ വഴിയുണ്ടല്ലോ, ആ വഴി എന്റെ ഹൃദയത്തിൽ അങ്ങ് തെളിയിച്ചു തരണമേ. അല്ലാഹു അല്ലയോ ആ ഒരു കഴിവ് താങ്കൾക്ക് നൽകിയത്. താങ്കൾ അതിന്റെ ഉടമസ്ഥനുമാണ്. എന്നിട്ട് പറയുന്ന വരി എന്താ? ലളയിൽ നിന്ന് താങ്കളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. എന്താണ് ലള? നരകത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ് ലള. തീർച്ചയായും അത് ആളിക്കത്തുന്ന ഭീകരമായ നരകാഗ്നിയാണ്. തലയോട്ടി പോലും മുരിച്ചു കളയുന്ന അത്രമേൽ ഭീകരമാണ് നരകം. ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ ലളയാണ് ഇവിടെ. ലളയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. എല്ലാത്തിന്റെയും നാശകേന്ദ്രമായ നരകത്തിൽ നിന്ന്, ലളയിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം. ഇനി നോക്കൂ പ്രിയപ്പെട്ടവരെ, ആരോടാണ് തേടുന്നത്? സുൽത്താന കുല്ലി വലിയ്യിൻ മുഹയ്യിദ്ദീൻ, എല്ലാ വലിയമാരുടെയും ചക്രവർത്തിയായ മുഹയ്യിദ്ദീൻ ശൈഖേ, നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം എന്നാണ്. ആരാണ് ഈ അധികാരം അദ്ദേഹത്തിന് നൽകിയത്? അങ്ങനെ അല്ലാഹു മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളാഹ്ക്ക് അങ്ങനെ ഒരു അധികാരം നൽകിയിട്ടുണ്ടോ? ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് മരണാനന്തര ജീവിതത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹയ്യിദ്ദീൻ ശൈഖിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? സൂറ ഖസസിന്റെ 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, പ്രവാചകരെ താങ്കൾക്ക് പ്രിയപ്പെട്ട ആളുകൾക്കെല്ലാം ഹിദായത്ത് നൽകാൻ താങ്കളെ കൊണ്ട് കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, മറിച്ച് അല്ലാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നത്. എപ്പോഴേ ആയത്ത് ഇറങ്ങിയെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 32 വർഷം സംരക്ഷിച്ച, വാപ്പയും ഉമ്മയും കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ട അനാഥനായി വളർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയ വാപ്പയും ഉമ്മയും നൽകുന്ന സ്നേഹം നൽകി, തന്റെ മക്കളെ പോലെ സ്നേഹം നൽകി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബ് പോറ്റി വളർത്തി. അവസാന സമയം അബൂ ത്വാലിബിന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനോട് പറയുന്നു, യാ അമ്മീ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
പ്രിയപ്പെട്ട മൂത്താപ്പ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. അബൂ ത്വാലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ തയ്യാറാകുമ്പോ ഈ അവസാന സമയത്താണോ അബൂ ത്വാലിബ് താങ്കൾ മതം കൈവടിയുന്നത്, പുതിയൊരു മതം സ്വീകരിക്കുന്ന ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുമ്പോ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാതെ പരലോകത്തേക്ക് യാത്രയാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തിരുന്ന് തേങ്ങിക്കരയുകയാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയാണ്. തന്റെ മൂത്താപ്പയുടെ പരലോക ജീവിതം ആലോചിച്ചുകൊണ്ട്, പരലോകത്തെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരയുകയാ. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറ ഖസസിന്റെ 56-ാമത്തെ ആയത്തുമായി കടന്നു വരുന്നത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, പ്രവാചകരെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെല്ലാം നേർവഴിയിലാക്കുവാൻ, ഹിദായത്തിലാക്കുവാൻ താങ്കളെ കൊണ്ട് കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, മറിച്ച് അല്ലാഹുവാണ് അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് നേർവഴി നൽകുന്നത്. അല്ലാഹുവാണ് ഹിദായത്ത് നൽകുന്നവൻ. അല്ലാഹുവിനോടല്ലേ നമ്മൾ തേടാറുള്ളത്? ഈ വക വിശ്വാസമുള്ള ആളുകൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 5 നേരം നമസ്കരിക്കുമ്പോ 17 തവണ പ്രാർത്ഥിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അബ്ബേ നേരായ മാർഗത്തിലൂടെ നീ ഞങ്ങളെ വഴി നടത്തേണമേ. ഇത് തേടുന്നതോടൊപ്പം തന്നെ പിന്നെ ആരോടും തേടുക? മരിച്ചുപോയ മുഹ്ദി ശൈഖിനോട് ബസ്സീർ ഫുആദി സിറാത്തൻ അൻത സ്വാലിഖുഹു, താങ്കൾ സഞ്ചരിച്ച ആ സ്വർഗ്ഗ വഴിയുണ്ടല്ലോ, ആ വഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് തെളിയിച്ചു കാണിക്കണമേ. ഹിദായത്ത് തേടുകയാണ് മുഹ്ദി ശൈഖിനോട്. ഇനി പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്നും രക്ഷ ചോദിക്കേണ്ടത് മുഹ്ദി ശൈഖിനോടാണോ അതോ റബ്ബിനോടാണോ ഖുർആൻ പഠിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ അടയാളങ്ങൾ സൂറ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു വിശദീകരിക്കുമ്പോൾ അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, റബ്ബേ നരക ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ. ഇന്ന അദാബഹാ കാന ഗറാമാ, തീർച്ചയായും അതിന്റെ ശിക്ഷ താങ്ങാൻ കഴിയാത്തതാണ്, വിട്ടൊഴിയാത്ത വിപത്താണ്. അതുകൊണ്ട് റബ്ബേ നീ നരക ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ എന്ന് നമ്മൾ ആരോടാ തേടേണ്ടത്? അല്ലാഹുവിനോടാണ്. അള്ളാഹുവിനോടാണ് നരകമോചനം തേടേണ്ടത്. അള്ളാഹുവിനോടാണ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. ഇർതകബ്തു അലൽ ഖത്വ എന്ന വരികളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോ, പാപമോചനത്തേട്ടം നടത്തുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറ ആല ഇംറാൻ 135-ാമത്തെ ആയത്തിലൂടെ മുത്തഖീകളായ ആളുകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, മുത്തഖീകളായ ആളുകൾ, സ്വർഗാവകാശികളായ ആളുകൾ അവരാരാണെന്ന് അറിയുമോ? അല്ലാഹു പറയുന്നു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലബൂ അൻഫുസഹും, പ്രേക്ഷകരമായ വല്ല പ്രവർത്തനങ്ങളും ചെയ്തു പോയാൽ, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ വല്ല അതിക്രമങ്ങളും ചെയ്തു പോയാൽ, ഉടനടി അവർ അല്ലാഹുവിനെ ഓർക്കുന്നതാണ്. അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാൻ? പാപമോചനത്തേട്ടം നടത്തുകയാണ് മുത്തുനബിയോട്. പാപങ്ങൾ പുറത്തു തരാൻ ആവശ്യപ്പെടുന്നു മുഹീദി ശൈഖിനോട്. എന്നാൽ അല്ലാഹു ചോദിക്കുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാൻ? വലിയ വലിയ തെറ്റുകൾ ചെയ്ത അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു വിളിക്കുന്നു. നോക്കൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം കാണിച്ച എന്റെ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും.
അതുകൊണ്ട് ദുൽമ ചെയ്ത സ്വന്തത്തോട് അതിക്രമം കാണിച്ച എന്റെ അടിമകളെ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു ചോദിക്കുന്നത് അഫലാ യതൂബൂന ഇലല്ലാഹ്, എന്താണ് നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാത്തത്? ഞാൻ തൗബ സ്വീകരിക്കാം, നിങ്ങൾക്ക് പാപമോചനം നൽകാം, നിങ്ങൾ ആത്മാർത്ഥമായി എന്നോട് തൗബ ചെയ്യൂ, ഇസ്തിഗ്ഫാർ നടത്തൂ എന്ന് അല്ലാഹു ആവശ്യപ്പെടുമ്പോൾ ആ റബ്ബിലേക്ക് പ്രാർത്ഥനകളെ തിരിച്ചുവിടാതെ, ആ റബ്ബിലേക്ക് തൗബ ചെയ്യാതെ, ആ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്താതെ മൺമറഞ്ഞു പോയ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും തേടുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആനിനോടുള്ള ധിക്കാരമാണ് കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോടും അല്ലാഹുവിനോടുമുള്ള അനുസരണക്കേടാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് കൃത്യമായി ആലോചിക്കണേ. ഇങ്ങനെ അല്ലാഹുവിന് പുറമെയുള്ള വ്യക്തികളോട്, ശക്തികളോട് പ്രാർത്ഥിച്ചാൽ, സഹായാർത്ഥന നടത്തിയാൽ അത് ബഹുദൈവാരാധനയായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പാപമായി പരിചയപ്പെടുത്തിയ വൻ പാപങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പഠിപ്പിച്ചപ്പോ അതിൽ ഒന്നാമതായി പഠിപ്പിച്ച ശിർക്ക് ബില്ലാഹ്, അല്ലാഹുവിനുള്ള പങ്കുചേർക്കലായി മാറുമെന്നതാണ്. അങ്ങനെ ശിർക്ക് ഒരാളുടെ ജീവിതത്തിൽ വന്നുപോയാൽ ഖുർആൻ താക്കീത് നൽകുകയാണ്, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നah, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഫമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്, അവന്റെ സങ്കേതം നരകമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. തൗഹീദിന്റെ സംസ്ഥാപനത്തിനും ശിർക്കിന്റെ വിഭാടനത്തിനും വേണ്ടി കടന്നു വന്ന ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു പറഞ്ഞത് ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക, പ്രവാചകരെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും എന്ന്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടം സംഭവിക്കുന്ന ഹതഭാഗ്യവാന്മാരിൽ പ്രവാചകരെ താങ്കളും ഉൾപ്പെട്ടു പോകും എന്നാണ്. അപ്പോ ഏറ്റവും നല്ല ഒരു മനുഷ്യനാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിലും, അമ്പിയാക്കന്മാരുടെ ഭാഗത്താണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിലും, അമ്പിയാക്കന്മാർ ചെയ്ത സകല അമലുകളും ആ ശിർക്ക് മുഖേന ബാത്തിലായി പോകുമെന്നാണ്. അതിന്റെ ഗൗരവമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവാണ് നമുക്ക് ജന്മം തന്നതെങ്കിൽ, സകലമായ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചനാഥനാണെങ്കിൽ ആ റബ്ബിനോട് മാത്രമേ ഞാൻ തേടൂ എന്ന് നാം തീരുമാനിക്കുക. ആരുടെ മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ അവിടെ നമ്മുടെ കൂടെ നമ്മുടെ നിലപാടുകളും നമ്മുടെ ആദർശങ്ങളും നമ്മുടെ കർമ്മങ്ങളും മാത്രമാണ് കൂട്ടിനുണ്ടാകുക. ഒരു സംഘടനാ പ്രവർത്തകനോ നമ്മുടെ നാട്ടുകാരോ മഹല്ല് നിവാസികളോ ഖബറിൽ നമ്മുടെ കൂടെയില്ല. നാളെ മഹ്ശറ വൻസഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമ്പോ, എല്ലാ മനുഷ്യരെയും അതിശക്തമായ വിചാരണ നടത്തുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവും നമ്മളും ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു രംഗമുണ്ട്. റബ്ബും നമ്മളും ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്തെ ഭയന്നുകൊണ്ട് നിലപാടുകളെ പ്രമാണങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് മാറ്റാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളോട് തേടേണ്ടതില്ല, അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരോട് തേടേണ്ടതില്ല, അമ്പിയാക്കന്മാരോട് തേടേണ്ടതില്ല, ശവകുടീരങ്ങളിലേക്ക് പ്രാർത്ഥനകളെ തിരിച്ചുവിടേണ്ടതില്ല, ജിന്നിനോട് തേടേണ്ടതില്ല, മലക്കിനോട് തേടേണ്ടതില്ല. അലൈസല്ലാഹു ബിഅബ്ദിൻ, അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു പോരെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതുകൊണ്ട് ആ റബ്ബിനോട് തേടുക. റബ്ബ് കേൾക്കാത്തൊരു തേട്ടമില്ല, റബ്ബിന് കഴിയാത്തൊരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനായ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ് നാഥൻ. നമുക്ക് മക്കളെ തരാൻ കഴിയും, നമ്മളെ ധന്യരാക്കാൻ കഴിയും, നമുക്ക് ശിഫ നൽകാൻ കഴിയും, എല്ലാത്തിനും റബ്ബിന് കഴിയും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനായ ആ റബ്ബിനെ മാത്രം തേടിയാൽ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുന്ന വിശ്വാസികളെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. ഇനി ചില ആളുകൾ ഈ ഔലിയാക്കന്മാരോട് തേടാൻ ആളുകൾ ആഹ്വാനം ചെയ്യുമ്പോൾ ആളുകൾ അത് അംഗീകരിക്കണമെങ്കിൽ കുറെ മായാവി കഥകൾ പ്രചരിപ്പിക്കണം, കുറെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കണം. ഇപ്പൊ മുഹ്യിദ്ദീൻ മാലയിലുള്ള ഒരു കഥ എന്താ സംഭവം എന്ന് വെച്ചാല്,
വലിയന്റെ ഒരു ഹാദിം മരണപ്പെടുകയാണ്. വലിയന്റെ ഹാദിം മരണപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് ശൈഖ് അവറുകളോട് സങ്കടം പറയാണ്, എന്റെ പുതിയ ആപ്പിള മരിച്ചു. അപ്പൊ എന്താ ഈ പരിഹാരം? എന്താണ് ഈ സ്ത്രീക്ക് എന്താണ് ആവശ്യമുള്ളത്? ആ മരണപ്പെട്ടു പോയ ഭർത്താവിനെ തിരിച്ച് ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരണം. നോക്കൂ നിങ്ങൾ അതിലെ വരികള്. വലിയ ഓരോ ഹാദിം മൗത്തായ സംഗീതം അവരുടെ സൗജത്ത് വന്ന് പറഞ്ഞാരേ. വലിയൊരു ഹാദിമ് മരണപ്പെട്ടപ്പോ ആ ഹാദിമിന്റെ സൗജത്ത് ഈ വിവരം വന്ന് വലിയനോട് പറയുന്നു, മുഹീദ്ദീൻ ശൈഖിനോട് പറയുന്നു. അപ്പോഴോ എന്റെ ഹാദിമിന്റെ റൂഹിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ. അപ്പൊ സഹോദരിയെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾ ബേജാറാകണ്ട, എന്ത് ചെയ്തോളി, അവിടെ സമാധാനത്തിൽ ഇരുന്നോളി. റൂഹിനെ മലക്കുകൾ കൊണ്ടുപോയിട്ടുണ്ട്, വാനലോകത്തേക്ക് മലക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അവരെ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ റൂഹ് എടുത്തുകൊണ്ട് തിരിച്ചു വരാം. അങ്ങനെ എന്ത് ചെയ്യാണ്? ആ ഹാദിമിന്റെ റൂഹെന്നിൽ തരയണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ മലക്കുൽ മൗത്തിനോട് ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ മലക്കുൽ മൗത്തിനോട് എന്റെ ഹാദിമിന്റെ റൂഹ് എന്റെ കയ്യിൽ തരണം എന്ന് വാശി പിടിച്ചപ്പോ മലക്കുൽ മൗത്ത് പറഞ്ഞു അത്രേ, തനിയോന്റാമറാൽ പീഡിത്തത് എങ്ങനെ തരും ഞാനെന്ന് മാലക്ക് നാവിണ്ടോവർ. അള്ളാന്റെ കൽപ്പന പ്രകാരല്ലേ ഞാൻ ഈ ആത്മാവിനെ സ്വീകരിച്ചത്? എങ്ങനെയാണ് ഞാൻ അത് തിരിച്ച് നിങ്ങളെ കയ്യിൽ തരിക? എനിക്ക് അള്ളാന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് തരാൻ പ്രയാസമാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഒരു പ്രത്യേകമായ കൊട്ടയിലായിരുന്നു ഇത്രയും മലക്കുൽ മൗത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നത്? ഈ ആത്മാവുകളൊക്കെ, അന്ന് പിടിച്ച ആത്മാവുകളൊക്കെ ആ കൊട്ടയിലാണ് എന്ത് ചെയ്തത് ഉണ്ടായിരുന്നത്. അപ്പൊ മുഹീദ്ദീൻ ശൈഖിന് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? ആ കൊട്ടരറ്റടി കൊട്ടണ് തട്ടിത്തെറിപ്പിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? അന്നാളിൽ വാങ്ങിയേ റൂഹുകളൊക്കെയും ഉണ്ടെന്ത കൊട്ടയിൽ ക്ഷണമേൽ തുറന്നോവർ. അദ്ദേഹം തട്ടിയപ്പോ എന്ത് ചെയ്തു? കട്ടന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അന്നത്തെ മൂപ്പര് ആവശ്യപ്പെട്ട ഹാദിമിന്റെ റൂഹ് മാത്രമല്ല, ബാക്കിയുള്ള റൂഹൊക്കെ പോയി. അങ്ങനെ കാലിക്കൊട്ടയുമായി മലക്കുൽ മൗത്ത് അള്ളാന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഈ വിഷയം പറയുകയാണ്. വാനലോകത്ത് വെച്ച് നടന്ന സംഭവം, ഈ യാത്രാ മധ്യേ നടന്ന സംഭവം വിശദീകരിക്കുകയാണ്. അപ്പൊ അള്ളാഹ് കൊടുത്ത മറുപടിയാണ്. എന്താണ് മറുപടി അറിയോ? ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതെന്റെ ഔസല്ലേ. എന്റെ ഔസല്ലേ ചോദിച്ചത്? അതിന് ഒന്ന് കൊടുത്തുകൂടായിരുന്നോ? മൂപ്പർ എന്താ ചോദിച്ചാൽ ആ ഹാദിമിന്റെ അടുത്ത് കൊടുത്താൽ ബാക്കി പോകൂലായിരുന്നല്ലോ, ഒക്കെ പോയില്ലേ. ഇവിടെ ആരാ വലുത്? ഇവിടെ ആരാ വലുത്? അള്ളയാണോ മുഹീദ്ദീൻ ശൈഖാണോ വലുത്? ഇതാണ് പാടി നടക്കുന്നത്, ഇതാണ് വിശ്വസിച്ച് നടക്കുന്നത്. പിന്നെ അതേ കാലഘട്ടത്തിൽ മറ്റൊരു ശൈഖ് അവറുകളാണ് റിഫായി ശൈഖ്. അപ്പോ മുഹീദ്ദീൻ ശൈഖിന്റെ ആളുകള് മൂപ്പരെ പോലീസ് ഇങ്ങനെ പറയും, കുറെ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ കുറച്ച് പൊടിപ്പും തൊങ്കലും വെച്ചിട്ട് മറ്റേ ടീം എന്ത് ചെയ്യും? ഒന്നും കൂടി ഉഷാറാക്കും. നോക്കൂ നിങ്ങള് റിഫായിന്റെ ആളുകള് പറയാണ്, മുഹീദ്ദീൻ ശൈഖിന്റെ ആളുകള് പാടുകയാണ്. മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലമേൽ തൊടാതോവർ. റമളാനിൽ മുല കുടിക്കണ പ്രായത്തിലേ പാല് കുടിക്കാതെ അവിടെ തൊടാതെ എന്ത് ചെയ്തു? അദ്ദേഹം പിടിച്ചു നിന്നതാണ് 30 ദിവസമായി. അപ്പൊ ശൈഖ് അവറുകൾ ചില്ലറക്കാരനല്ല, ഒരു സാധാരണക്കാരനല്ല എന്ന് പറയാണ്. അപ്പൊ റിഫായി ശൈഖിന്റെ ആൾക്കാർ വെറുതെ വിടും? ഇല്ല. മുന്നം ഒരു കാലാൽ 40 നാളിലും മുല കുടിക്കും കാലം മുലമേൽ തൊടാതോവർ. 30 ദിവസമാണ് പാൽ കുടിക്കാതെ നിൽക്കണമെങ്കിൽ നമ്മളാള് എത്ര ദിവസമാണ്? 40 ദിവസം. ഇനി മുഹീദ്ദീൻ ശൈഖിന്റെ ആളുകൾ പാടുന്നു, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടേ പോൽ കണ്ട് പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തത് കൽബകത്തുള്ളത് കൺകൊണ്ട് കണ്ടേ പോൽ കണ്ട് പറഞ്ഞോവർ എന്നാണ്. അപ്പൊ കണ്ണിൽ കാണാത്തൊരു സംഗതി കണ്ണിൽ കണ്ടതുപോലെയാണ് പറയുന്നത്.
ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് കണ്ണിൽ നേരെ തെളിഞ്ഞ് കാണുന്നത് പോലെ കാണുന്ന അതിന്റെ വേറെ ബൈത്താണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ ഇതിന്റെ അവസാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചാൽ ഒരു ഓവർ ഉണ്ടാവും. ഈ പറഞ്ഞത് കുറച്ച് ഓവറാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി നോക്കൂ നിങ്ങൾ. അപ്പോ മുഹീദ്ദീൻ ശൈഖ് കണ്ണിൽ കാണാത്തതും ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും ഒക്കെ കണ്ണുകൊണ്ട് കണ്ട പോലെ പറയുന്ന ശൈഖാണെങ്കിൽ റിഫായി ശൈഖ് അതിനേക്കാളും വലിയവനാണ്. ഹാജാ മുഹിയുദ്ദീനും താനും കളിക്കുമ്പോൾ കണ്ണിൻ പീരിയത്തിൻ മീതെയൊളിച്ചോവർ. രണ്ടുപേരും സാറ്റ് കളിച്ച ഓളി കളിക്കുക, അങ്ങനെ ഒരു കളില്ലേ സാറ്റ് കളി. അങ്ങനെ ഹാജാ മുഹിയുദ്ദീനും താനും കളിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്യണം? മുഹിയുദ്ദീനും ഞാനും എന്ത് ചെയ്യാണ്? സാറ്റ് കളിക്കുകയാണ്. അങ്ങനെ കളിക്കുമ്പോ എവിടെയാണ് റിഫായി ശൈഖ് കയറിയിരുന്നത്? കണ്ണിൻ പീരിയത്തിൻ മീതെയൊളിച്ചോവർ. റിഫായി ശൈഖ് എവിടെ ഒളിച്ചിരുന്നത്? മുഹീദ്ദീൻ ശൈഖിന്റെ കണ്ണിന്റെ പുരിയത്ത് എന്ത് ചെയ്യാണ്? ഇവിടെ ഇരിക്കുകയാണ്, ആള് കയറി ഇരിക്കുകയാണ്. അങ്ങനെ സാറ്റ് കളിച്ചിട്ട് ഇങ്ങനെ ചുമരുമ്പോ ഇങ്ങനെ എണ്ണക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോ എന്ത് ചെയ്യാണ്? അവിടെ തെരയണു, ഇവിടെ തെരയണു, മതിലിന്റെ അപ്പുറത്ത് തെരയണു, കാട്ടിൽ പോയി തെരയണു, മരങ്ങളുടെ പിന്നിൽ പോയി തെരയണു. എവിടെ എവിടെ ഇപ്പൊ ആളെ കാണാനല്ലോ. റിഫായി ശൈഖ് എവിടെ ഉണ്ട്? റിഫായി ശൈഖ് എവിടെ ഉണ്ട്? കണ്ണിൻ പീരിയത്തിൻ മീതെയൊളിച്ചോവർ. ഇനിയോ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പാടുന്നു. കനിയില്ല കാലം നീയെ കൊടുത്തോവർ കാഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ. കനിയില്ലാത്ത കാലം പിന്നെ ഫലങ്ങളൊന്നും കായ്ക്കാത്ത ഒരു കാലത്ത് കാഞ്ഞ മരത്തിന്മേൽ കായ നിറച്ചോവർ. കാഞ്ഞ മരം ആകെ പണിഞ്ഞു നിൽക്കണ മരം ഉണ്ടല്ലോ, അതിന് നിറയെ കായകൾ നിറച്ച ആളാണ് ആര്? ശൈഖ് അവറുകൾ. കനിയില്ലാത്ത കാലാണ്. നല്ല മരമല്ല, ഉണക്കമരം. ആ ഉണക്കമരത്തെ നിറയെ ഫലങ്ങൾ ഉണ്ടാക്കിയവനാര്? ശൈഖ് അവറുകൾ, മുഹീദ്ദീൻ ശൈഖ്. അപ്പൊ റിഫായി ശൈഖിന്റെ ആൾക്കാർ എന്ത് ചെയ്തു? ഒന്നുകൂടി ഡോസ് കൂട്ടി. കനികൾ അത് നട്ട് തീയും വാളം വെച്ച് അക്കനി എല്ലാവർക്കും തിന്നാൻ കൊടുത്തോവർ. എന്താ ചെയ്തറിയോ? കനികൾ അത് നട്ട് ചെറിയ തൈകളൊക്കെ എന്ത് ചെയ്തു? നട്ടു. എന്നിട്ട് അതിന് വളട്ടത് എന്താ അറിയോ? കനികൾ അത് നട്ട് തീയും വാളം വെച്ച്. ഒരു ചെറിയ ചെടി കുഴിച്ചിട്ടിട്ടേ അവിടെ ചമ്മലൊക്കെ കൂടിയിട്ടിട്ട് പിന്നെ കത്തിച്ച എന്താക്കാൻ വട്ടം. അപ്പൊ മൂപ്പര് വളം കൊടുത്തത് അങ്ങനെയാണ്. അതാണ് തീയും വളം വെച്ച് അക്കനി എല്ലാവർക്കും തിന്നാൻ കൊടുത്തോവർ. അങ്ങനെ അതാണ് കത്തിച്ചപ്പോ എന്ത് ചെയ്തു? അവിടെ കായ്കള് അവിടെ കിട്ടും നിറഞ്ഞ് എന്ത് ചെയ്തു? ഫലങ്ങൾ അങ്ങോട്ട് നിറഞ്ഞു എന്നാണ് മരങ്ങളിൽ. അത്ര പവറുള്ള ആളാണ് റിഫായി ശൈഖ്. ഇങ്ങനെയുള്ള മായാവി കഥകളാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ഇവർ വലിയ ആവേശത്തോടെ പാടി നടക്കുന്ന ബൈത്തിലുള്ളത്. അവസാനം മുഹീദ്ദീൻ ശൈഖിന്റെ ആളുകൾ അവിടെ നിന്ന് പോകാതിരിക്കാൻ എന്തു പാടി? എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഞോല് നിസ്കരിച്ചില്ലേലും നോമ്പോറ്റില്ലേലും ഒന്നും വലിയ കുഴപ്പമില്ല, നമ്മളെ പിടിച്ചാൽ മതി, നമ്മൾ ആളായി മാറിയാ മതി. എന്നാലോ എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഓനെ ഞാൻ നോക്കിക്കോളാം, ഓന്റെ കാര്യം നമ്മളായിട്ട് എന്റെ ആളായാ മതി. അപ്പോ റിഫായി ശൈഖ് എന്താ പറയോ? എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നല്ലവനായാ മതി, നിങ്ങളൊക്കെ രക്ഷപ്പെടും. ഞാൻ നല്ല അമലുമായിട്ട് ചെയ്ത് നല്ലവനായി ജീവിച്ചാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. അതാണ് എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ എന്നാണ്. ഇനി അടുത്തത് മുഹീദ്ദീൻ ശൈഖ് പറയാണ്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. നരകത്തിൽ കാവൽ നിൽക്കുന്ന മലക്കുകൾ വന്നിട്ട് മുഹീദ്ദീൻ ശൈഖിനോട് വന്ന് പറഞ്ഞുത്രേ, നിങ്ങളെ മുരീദന്മാരാരും എവിടെല്ല? നരകത്തിലില്ല എന്ന് പറഞ്ഞുത്രേ. അപ്പൊ പിന്നെ ആരാ പിടിക്കാൻ നല്ലത്?
മോദി ഷെയ്ഖിന്റെ ആളാകാണ് നല്ലത്. അപ്പോഴാണ് റിഫാഹിമാല എന്റെ ത്വരീഖത്ത് തുടരാതോർക്കൊക്കെയും എന്റെ മുസീബത്താതെത്തുമാതെന്നോവ്. എന്റെ ത്വരീഖത്ത് പിടിച്ചില്ലെങ്കിൽ എന്റെ മുസീബത്ത് നിങ്ങളെ ബാധിക്കും. ചില ആൾക്കാർക്ക് എന്താ അറിയാം, അള്ളാനെ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ജാറത്തിലുള്ള ആൾക്കാരെ പേടിക്കും. അതാണ് പണ്ട് ഒരാൾ കളവ് നടത്തി കഴിഞ്ഞാല് എങ്ങനെ പറഞ്ഞാലും സമ്മതിക്കൂല. ഞാനല്ല, ഞാൻ എടുത്തിട്ടില്ല, അള്ളയാണ് സത്യം, വല്ലാഹി എന്നൊക്കെ എന്ത് ചെയ്യും, കുറേ പറയും. എന്നാ പോരെ മമ്പറത്തേക്ക് പോരെ, ഞാൻ തന്നെ കട്ടുകിട് പറയും. അതുവരെ വല്ലാഹി പറഞ്ഞോന് അള്ളയുടെ പേര്, അള്ളയുടെ സത്യം, ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളോട് മമ്പറത്തേക്ക് എന്നാ പോരെ, അവിടെ വെച്ചിട്ട് ചെന്ന് സത്യം ചെയ്ത മമ്പറത്തെ തങ്ങളാണ് സത്യം എന്ന് പറഞ്ഞ അപ്പൊ പറയണം ഞാൻ എന്നെ കട്ടുകിടത്. ആരെ പേടിയാണ്? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ തമാശ പറഞ്ഞല്ല, 5 വക്ത് നമസ്കരിക്കുമ്പോ നമ്മൾ ആരോടാ പ്രാർത്ഥിക്കണത്? അള്ളഹാനോടാണ്. അപ്പൊ എന്താ ചിന്ത? ബിസിനസിനെ കുറിച്ച്, പെരപ്പണിനെ കുറിച്ച്, ദുബായിക്ക് പോണിനെ കുറിച്ച്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, നാട്ടുകാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുക നമസ്കരിക്കുമ്പോ. അള്ളഹാനോടാണ് പറയണത് എന്നുള്ള ബോധമല്ല, കരയണമില്ല. നിങ്ങൾ ജാറങ്ങളിലൊന്ന് പോയി നോക്കി. ജാറങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദീർഘനേരം ആ മക്ബറകളിൽ നിന്ന് ദുആ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ വേഗം കഴിയണം. ഇദാ ജാ നസ്റുല്ലാഹി വൽ നസ്റൊക്കെ മുന്നിട്ട് എന്ത് ചെയ്യും? വേഗം നിസ്കാരം സലാമത്താക്കും. അള്ളാഹിനോട് തോന നേരമൊന്നും പറയാല്ല. അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക, ഇത് പരലോകത്തിന്റെ വിഷയമാണ്. ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടിയോ, നേതാക്കന്മാർക്ക് വേണ്ടിയോ, കുടുംബക്കാർക്ക് വേണ്ടിയോ നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ വിസമ്മതിച്ചാൽ ആഖിറത്തിൽ ഇവരാരുണ്ടാവും? ആഖിറത്തിൽ ഉസ്താദുമാരുണ്ടാകും, നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാകും, മഹല്ല് ഭാരവാഹികൾ ഉണ്ടാകും? ഇല്ല. പരലോകത്തിന്റെ ഭീകരമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, ഒരു മനുഷ്യൻ അവന്റെ സഹോദരനെ കണ്ടുമുട്ടുകയാണ്. പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല, സലാം പറയുന്നില്ല. മരണസമാനമായ വേദന അനുഭവിച്ച് അവന് നൊന്തു പ്രസവിച്ച അവന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവൻ കാണുകയാണ്. അവര് വേണ്ടി പാടത്തും പറമ്പത്തും പാടുപെട്ട് പണിയെടുത്ത് അവനെ പൊറ്റി വളർത്തിയ പ്രിയപ്പെട്ട വാപ്പയെ നൂറ്റാണ്ടുകൾക്ക് ശേഷം മഹ്ശറിൽ വെച്ച് കാണുകയാണ്. പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല, ഒന്ന് പുഞ്ചിരിക്കുന്നില്ല, സലാം പറയാനുള്ള മനസ്സ് പോലും കാണിക്കാതെ ഓരോരുത്തരവത വൈവിക്വാലരായി ഓടി നടക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുകയാ. തന്റെ ജീവനേക്കാളേറെ താൻ സ്നേഹിച്ച തന്റെ പൊന്നോമന മക്കളെ നൂറ്റാണ്ടുകൾക്ക് ശേഷം മഹ്ശറിൽ വെച്ച് കണ്ടുമുട്ടുകയാ. ആ നിൽക്കുന്നതിന്റെ മോനാണ്, അതെന്റെ മോളാണ്, അതെന്റെ ഉമ്മയാണ്, ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ അനുജനാണ്, ഇതെന്റെ പെങ്ങളാണ്. എല്ലാവരെയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആരും പുഞ്ചിരിക്കുന്നില്ല, ആരും ആര് കാര്യവും അന്വേഷിക്കുന്നില്ല, ആരും ആരോടും വർത്തമാനം പറയുന്നില്ല. എന്തേ കാരണം? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. അന്നേ ദിവസം അവരവർക്ക് തന്നെ അവരവരെ കുറിച്ച് ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊരാളെ കുറിച്ചും ആലോചിക്കാൻ പോലും കഴിയാത്ത ഭീകരമായ ലോകമാണ് മഹ്ശറ മൈതാനം എന്ന പരലോകമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ അവിടെ ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പോലും പറഞ്ഞതെന്താ? യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, സലിനി മിൻ മാലി മാ ശിഅതി, നിനക്ക് പണമായി വല്ലതും വേണോ? വാപ്പയോട് ചോദിക്ക്. എന്നാൽ അൻകിരി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ തന്നെ കാക്കണേ മോളെ. അവിടെ വെച്ച് വാപ്പയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായി നേടിത്തരാൻ വാപ്പയെ കൊണ്ട് കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് പറയാണ്, ദുനിയാവിൽ എനിക്ക് എന്തെങ്കിലും മുതൽ എന്തെങ്കിലും വേണോ? ഉപ്പാനോട് ചോദിക്ക്, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ പറഞ്ഞോ, വാപ്പനെ കൊണ്ട് പറ്റുന്ന പോലെ വാപ്പ തരാം. എന്നാൽ അൻകിരി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്നും നിന്റെ ശരീരത്തെ നീ തന്നെ കാക്കണേ മോളെ. അവിടെ വെച്ച് വാപ്പക്ക് എന്തെങ്കിലും പ്രത്യേകമായി നേടിത്തരാൻ ഈ വാപ്പനെ കൊണ്ട് കഴിയില്ല.
ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു ലോകമാണത്. നമ്മുടെ ആദർശം നന്നായോ, നമ്മുടെ വിശ്വാസം നന്നായോ, നമ്മുടെ നിലപാടുകൾ നന്നായോ, നമ്മുടെ അമലുകൾ നന്നായോ എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ നല്ല അമലുകളുമായി ആഖിറത്തിലേക്ക് നാം യാത്ര പോകുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അതാ നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നീട് ആ റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അതാ അവന്റെ അടുക്കലേക്ക് അതാ മരണത്തിന്റെ സമയത്ത് ഇറങ്ങി വരികയാ. എന്നിട്ട് മലക്കുകൾ അവനോട് പറയുന്നു, അല്ലാ തഖാഫു വലാ തഹ്സനു, നീ വിഷമിക്കേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല, നീ ഭയപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വാഗ്ദാനമുണ്ടല്ലോ, സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തെ കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നിങ്ങളുടെ മിത്രങ്ങളായി കൂട്ടുകാരായി ഞങ്ങളുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, എന്താണോ നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നത്, എന്താണോ നിങ്ങൾ പരലോകത്ത് വെച്ച് സ്വർഗ്ഗലോകത്ത് വെച്ച് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, പരമകാരുണികനായ അങ്ങേയറ്റം പൊറുക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന സൽക്കാരമാകുന്നു അതെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും മത്സരിക്കേണ്ടത്. ആ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ് നമ്മൾ ധൃതി കാണിക്കേണ്ടത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന, സ്വർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണേ. വറല്ലാഹുസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗ്ഗം. ആർക്ക് വേണ്ടിയാ സ്വർഗ്ഗം ഒരുക്കി വെച്ചത്? ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീകളായ ആളുകൾക്ക് വേണ്ടിയാണ് അല്ലാഹു ഒരുക്കി വെച്ചത്. ആ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. ആ സ്വർഗ്ഗം നഷ്ടപ്പെട്ടാൽ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, പരലോകത്ത് വെച്ച് നിലവിളിച്ചത് കൊണ്ട് മാത്രം, പരലോകത്ത് നിലവിളിച്ചത് കൊണ്ട് പിന്നീട് കാര്യമുണ്ടാകുകയില്ല. മരണത്തിന്റെ സമയം മുതലുള്ള വിലാപങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന വിലാപങ്ങളാണെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ മരണം തൊണ്ടക്കുഴെത്തുമ്പോ പ്രിയപ്പെട്ടവരെ നിലപാടുകളെല്ലാം നന്നാക്കാം. നരകാവകാശിയാണ് എന്ന് 100% ബോധ്യമാകുമ്പോ ഓരോരുത്തരും അതാ പറയുകയാണ്, ഞാൻ നന്നാവാൻ റെഡിയാണ്, ഞാൻ ശരിയാവാൻ റെഡിയാണ്, ഈ ലോകത്തിന്റെ രക്ഷിതാവ് ഞാനാണെന്ന് വീമ്പളക്കിയ ഫറോവ ചക്രവർത്തി പോലും ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്തുള്ള തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ആരുടെങ്കിലും തേടിയോ, ജിന്നുകളോട് തേടിയോ, മലക്കുകളോട് തേടിയോ, ഔലിയാക്കന്മാരോട് തേടിയോ, അമ്പിയാക്കന്മാരോട് തേടിയോ, ഇവരോട് തേടാൻ അനുവാദമുണ്ടെന്ന് പറഞ്ഞോ, ഇവരോട് തേടിയാൽ ശിർക്കല്ലെന്ന് പറഞ്ഞോ, ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങിക്കോ. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിക്കോ. പ്രിയപ്പെട്ടവരെ, പിന്നിലേക്ക് മാറ്റിവെക്കരുത് നമ്മുടെ നിലപാടുകളെ. 2 ദിവസം കഴിയട്ടെ, ഏതാനും നാളുകൾ കഴിയട്ടെ എന്ന് പിന്നിലേക്ക് മാറ്റിവെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം വരെയും അല്ലാഹു നമുക്ക് സമയം തന്നുകൊള്ളണമെന്നില്ല. നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കാൻ അല്ലാഹു നിശ്ചയിച്ച സമയമാകുമ്പോ ആ മലക്കുൽ മൗത്ത് വന്ന് നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുകയാണ്. ഈ സദസ്സിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോ നമ്മുടെ ശരീരത്തിലുള്ള വസ്ത്രം നമ്മളാണ് ധരിച്ചതെങ്കിൽ ഇതിൽ എത്ര ആളുകൾക്ക് ഉറപ്പ് പറയാൻ കഴിയും ഇന്ന് നമ്മൾ ധരിച്ച വസ്ത്രം നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ അടിച്ചു മാറ്റാൻ കഴിയുമെന്ന് എത്ര ആളുകൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ
പ്രവർത്തിക്കുന്ന ആളുകളെ കരങ്ങൾ കൊണ്ടായിരിക്കും. ഇന്ന് ഞാനും നിങ്ങളും ധരിച്ച വസ്ത്രം അടിച്ചു മാറ്റുക. ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാണ് മരിക്കുന്നതെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കരങ്ങൾ കൊണ്ടായിരിക്കാം ഇന്ന് ഞാനും നിങ്ങളും ധരിച്ച വസ്ത്രം അടിച്ചു മാറ്റുക. അള്ളാഹു അപകട മരണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരിക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധമുണ്ടാകണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിനോട് വിടപെടേണ്ടവരാണ്. ഇവിടെ നമ്മൾ ആരും ശാശ്വതരല്ല. ഈ മരണത്തിന് മുമ്പുള്ള ഈ കുറഞ്ഞ ജീവിതത്തിലെ നമ്മുടെ ആദർശമാണ്, നമ്മുടെ ഈമാനാണ്, നമ്മുടെ കർമ്മങ്ങളാണ് അള്ളാഹു പരിഗണിക്കുക. ആദ്യമായി മഹ്ശറ വൻസഭയിൽ വെച്ച് അള്ളാഹു വിചാരണ നടത്തുന്നത് നമ്മുടെ ആദർശത്തെ സംബന്ധിച്ചാണ്, നമ്മുടെ ഈമാനിനെ സംബന്ധിച്ചാണ്, വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് മുജാഹിദുകളായ ആളുകൾക്ക് ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഞങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ സന്ദേശങ്ങളാണ്. ഈ ഒരു സംസാരത്തിൽ ധാരാളക്കണക്കിന് ആയത്തുകളാണ് ഉദ്ധരിച്ചത്. സ്വന്തം അഭിപ്രായങ്ങളല്ല, സ്വന്തം അഭിപ്രായങ്ങളല്ല. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, അള്ളാഹ് പറഞ്ഞു തന്നതെന്നാണ് പറഞ്ഞു തന്നത്. അതുകൊണ്ട് മുജാഹിദുകൾക്ക് പ്രത്യേകമായ സ്വന്തമായി ആവിഷ്കരിച്ച ആശയമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ പറഞ്ഞ കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ നേർക്ക് നേരെ സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഇതിന്റെ സംഘാടകരായ ആളുകൾ ഇവിടുത്തെ ആളുകളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാ എന്ന ദുആ ഇരുന്നു കൊണ്ടാണ്, പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടാണ്, അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ കറകളഞ്ഞ മുവഹിദുകളായിക്കൊണ്ട് പടച്ച റബ്ബിനെ മാത്രം ഇബാദത്ത് അർപ്പിച്ചവരായിക്കൊണ്ട് കടന്നു ചെന്നാൽ ഉന്നതമായ സ്വർഗം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമായി തീരും എന്നതാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ പഠിക്കുക, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ തർക്കത്തിലാണെങ്കിൽ, ഭിന്നാഭിപ്രായത്തിലാണെങ്കിൽ, ആ അഭിപ്രായ വ്യത്യാസത്തെ അള്ളാഹുലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കണം എന്നാണ് ഖുർആനിലൂടെ അള്ളാഹു ആവശ്യപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ യാത്ര പോവുകയാണ്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. കിതാബല്ലാഹ്, ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്. വസുന്നത നബിയിഹി, രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവിടുത്തെ ചര്യയാണ്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഓരോരുത്തരും ദീൻ എന്താണെന്ന് പഠിക്കണം. പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിക്കണമെന്ന ആ സന്ദേശം കൃത്യമായി ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. സൃഷ്ടാവാണ് ആരാധ്യൻ എന്ന തലക്കെട്ടിൽ നടക്കാനിരിക്കുന്ന 2025 ജനുവരി 25 ശനിയാഴ്ച സിയാങ്കണ്ടത്ത് വെച്ച് നടക്കുന്ന ഐതിഹാസികമായ ചെറുകാവ് മണ്ഡലം മുജാഹിദ് സമ്മേളനത്തിൽ ഇതിന്റെ വിശദമായ ചർച്ചകൾ വിവിധങ്ങളായ ഇസ്ലാഹി കേരളത്തിന്റെ ശക്തരായ പണ്ഡിതന്മാർ, പ്രഭാഷകർ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംഗമത്തിലേക്ക്, മഹാസംഗമത്തിലേക്ക് എല്ലാവരും കുടുംബസമേതം എത്തിച്ചേരണമെന്ന് വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഈ ഒത്തുകൂടൽ വലിയൊരു സൽക്രമമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസികളായിക്കൊണ്ട് ഞങ്ങളോട് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, കൂട്ടുകാർ, നാഥ, അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെടുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി